സെഷൻ നെക്സ്റ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത് റിഗാർഡിംഗ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റിഗാർഡിംഗ് ഉള്ള ഒരു MCQ ആയിരുന്നു. അപ്പൊ അത് the volume of amniotic fluid at term is A 100 200, then B 300 to 500, C 600 to 800 ml and D 50 to 100 ml. അപ്പൊ അങ്ങനെയായിരുന്നു. അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് 600 to 800 ml. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മെയിൻ ആയിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ എന്താണ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി. ഇപ്പം അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ ബേബി ഫ്രം ഗെറ്റിംഗ് ഇഞ്ചുറീസ് അല്ലെ. മൈനർ ആയിട്ടുള്ള സാൾസുകൾ ഇഞ്ചുറീസിൽ നിന്ന് എന്താണ് ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് എ cushioning between the umbilical cord and fetus അല്ലെ. അപ്പൊ ആ ഒരു കുഷ്യനിങ് എഫക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇറ്റ് വിൽ പ്രിവെന്റ് ദ കംപ്രഷൻ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് യൂട്രൈൻ വാൾ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേഷൻ കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ദ ഓൾസോ പ്രൊട്ടക്ട് ദ ഫീറ്റസ് ഫ്രം ഗെറ്റിംഗ് ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് കിട്ടാതെ, അല്ലെങ്കിൽ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ സ്റ്റോറേജ് ഹൗസ് ഓഫ് ഡിഫറെന്റ്, അല്ലെങ്കിൽ ഒരു റിസർവോയർ ഓഫ് ഡിഫറെന്റ് ഫ്ലൂയിഡ്സ് ന്യൂട്രിയൻസ്. പിന്നെ അതിന്റെ ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ടു അസസ് ദ പ്രോഗ്രഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ടു പ്രെഡിക്റ്റ് ദ ഫീറ്റൽ ഔട്ട്കം, കുട്ടിയുടെ ഹെൽത്തും അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ഔട്ട്കം അല്ലെങ്കിൽ പ്രോഗ്രഷൻ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ ക്ലിനിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നായിട്ട് കണക്കാക്കുന്നു. ഇനിയിപ്പോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റു പോയിന്റ്സുകൾ regarding the circulation of amniotic fluids. Amniotic fluid is completely changed and replaced in every 3 hours. ഓരോ സർക്കുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സർക്കുലേഷൻ സൈക്കിൾ എവറി 3 hours എന്താണ് അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അവിടെ വരുന്നത് റിഗാർഡിംഗ് ദ വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. സോ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വരുന്നത് amniotic fluid volume is related to gestational age, and that means gestational age നോട് അനുബന്ധിച്ചിട്ട് amniotic fluid ന്റെ വോളിയത്തില് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ it measures about 50 ml at 12th week. ഇതിങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. കാരണം 12th വീക്ക് ഓഫ് പ്രഗ്നൻസി, അതുപോലെ തന്നെ 20th വീക്ക് ഓഫ് പ്രഗ്നൻസി, പിന്നെ നമ്മുടെ ആ ഒരു ടേമിൽ വരുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ എമൗണ്ട്, ഇത് കോമൺ ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് അവിടെ 12th വീക്ക് ഓഫ് പ്രഗ്നൻസി the volume of amniotic fluid is about 50 ml. Clear? Then at 20 weeks it is 400 ml. Clear? Then it reaches peak of 1 liter at 36 to 38 week. ഒരു 36-38 വീക്ക് ഓഫ് ജസ്റ്റേഷൻ ആകുന്ന സമയത്താണ് അതൊരു 1 ലിറ്ററിലേക്ക് അതിന്റെ ഒരു വോളിയം അല്ലെങ്കിൽ അതൊരു പീക്ക് വോളിയം ആയിട്ട് എത്തുന്നത്. Then what happens at term? ഒരു ടേമിലേക്ക് വരുമ്പോൾ എന്താണ് ആ ഫ്ലൂയിഡിന് സംഭവിക്കുന്നത്? The amount diminish. അല്ലെങ്കിൽ എമൗണ്ട് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അറ്റ് ടേം ഇറ്റ് മെഷേഴ്സ് അബൌട്ട് 600 to 800 ml. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ. അപ്പം ടേമിൽ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അറ്റ് ടേം ദ എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിൽ റെഡ്യൂസ്. ഓക്കെ. അപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ് പ്രഗ്നൻസി ടേം ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബിയോണ്ട് ദ ടേം അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ടേം, നമുക്കറിയാം പോസ്റ്റ് ടേം പ്രഗ്നൻസീസ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇറ്റ് ഇസ് മോർ ദാൻ 42 വീക്സ് ഓഫ് ജസ്റ്റേഷണൽ ഏജ് കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പോസ്റ്റ് ടേം പ്രഗ്നൻസീസ് എന്ന് പറയും. അപ്പൊ ടേം കൂടുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ടേമിലേക്ക് അല്ലെങ്കിൽ ദ പ്രഗ്നൻസി കണ്ടിന്യൂസ് ആസ് പോസ്റ്റ് ടേം എന്ത് സംഭവിക്കുന്നു? ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ദ എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഡിക്രീസസ്. അപ്പൊ അവിടെ ഒരു ഫോർ എക്സാമ്പിൾ അവിടെ പറയുന്ന ഒരു 43 വീക്സ് ഒക്കെ ആവുന്ന സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 200 ml ആണ്. ക്ലിയർ? പിന്നെ അതിന്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ്
അപ്പൊ ഇവിടെ അതിന്റെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.010 ആണ്. ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്. ഇറ്റ് ബിക്കംസ് ഹൈലി ഹൈപ്പോട്ടോണിക് ഇൻ മെറ്റേണൽ സെറം അറ്റ് ടേം പ്രഗ്നൻസി. So it is hypotonic in nature, and osmolality, that value is important, that is 250 milliosmol per liter. Okay, 250 milliosmol per liter ആണ് അതിന്റെ ഒരു ഓസ്മോളാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഓസ്മോളാലിറ്റി എന്ന് പറയുന്നത് which suggestive of fetal maturity. അപ്പൊ നമുക്ക് ഈ ഒരു ഓസ്മോളാലിറ്റി കുറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അഡ്വാൻസിങ് ജസ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ജസ്റ്റേഷൻ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫീറ്റൽ മെച്യൂരിറ്റിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അത് വെച്ച് അസസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് നോർസെറ്റ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഇസ് pH ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ അതും കൂടി ഇവിടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. സോ ദ pH ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദാറ്റ് ഇസ് 7.1 to 7.3. ദിസ് ഇസ് ദ pH. So when you are studying, you have to prepare a pH table for all the secretions ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ആ ഒരു pH ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, പഠിക്കുമ്പോഴേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് എന്താണ് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം എന്താണ് നിങ്ങൾ ഇവിടെ ഒരു pH എഴുതി, ബോഡി ഫ്ലൂയിഡ് ഏതാന്ന് എഴുതുക. ദ നെക്സ്റ്റ് കോളത്തിൽ യു ഹാവ് ടു റൈറ്റ് ദ pH. സോ യു ക്യാൻ റൈറ്റ് ദ pH ഓഫ് ബ്ലഡ്, pH ഓഫ് യൂറിൻ. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിന്റെ എന്താണ് pHകൾ എഴുതി സൂക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു ടേബിൾ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അപ്പൊ അങ്ങനെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് amniotic fluid. So the pH of amniotic fluid is 7.1 to 7.3. Clear? The next one, the color. So color is very important. അല്ലെ, ഈ കളറിലെ അബ്നോർമാലിറ്റീസ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് മെനി പ്രോബ്ലംസ്, അല്ലെങ്കിൽ അത് നമുക്ക് വളരെയധികം കൺസേൺ ഉള്ള ഒരു ഏരിയ ആണ് ദിസ് കളർ ചേഞ്ചസ് അല്ലെങ്കിൽ അബ്നോർമൽ കളർ ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. Usually in early pregnancy it is colorless, but near term it becomes pale straw colored. Clear? അപ്പൊ അവിടെ എന്താണ് ഏർലി പ്രഗ്നൻസിയിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളർലെസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരാം. ഇപ്പൊ ഏർലി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, എന്നിട്ട് അതിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കളർ ചോദിക്കാം, അല്ലെങ്കിൽ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻ കേസ് ഓഫ് എ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് പെയിൽ സ്ട്രോ കളേർഡ് ആണ് എങ്കിൽ അത് അബ്നോർമൽ ആണോ അല്ലെ, ആ ഒരു രീതിയിൽ തരാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഈ നമ്മൾ ക്ലിയർ എന്നൊരു രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കളർലെസ് എന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ അത് നിങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് എന്താ പറയുന്നത്, അതിനെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഏർലി പ്രഗ്നൻസിയിൽ ദ കളർ ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് വിച്ച് ഇസ് കളർലെസ്. ഓക്കെ, അപ്പൊ അതൊരു പ്ലെയിൻ ഫ്ലൂയിഡ് ആണ്, അതിന് പ്രത്യേകിച്ച് കളർ ഒന്നും പറയുന്നില്ല അവിടെ. പിന്നെ when it near to term അല്ലെങ്കിൽ ആ ടേം നമ്മൾ ടേമിനോട് അടുക്കുന്ന സമയത്ത് എന്താണ്, ഈ കളർ ഈസ് എ പെയിൽ സ്ട്രോ കളേർഡ്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ പെയിൽ സ്ട്രോ കളേർഡ്, ആ ക്ലിയർ ഫ്ലൂയിഡിൽ നിന്ന് അതൊരു പെയിൽ കളറിലേക്ക് മാറുന്നത്? സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ഫോളിയേറ്റഡ് ലാനുഗോ എപ്പിഡെർമൽ സെൽസ് ഫ്രം ദ ഫീറ്റൽ സ്കിൻ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഈ എക്സ്ഫോളിയേറ്റഡ് സെൽസ് അല്ലെങ്കിൽ എന്താണ് ലാനുഗോസ് ഫ്രം ദ ഫീറ്റസ്, അതുപോലെ തന്നെ എപ്പിഡെർമൽ സെൽസ്, ഇതൊക്കെ ഈ ക്ലിയർ ഫ്ലൂയിഡിലേക്ക് വരുന്നു ടേം ആവുന്ന സമയത്ത്. കാരണം അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫീറ്റൽ മെച്യൂരിറ്റി കൂടുന്നു അല്ലെ, കുഞ്ഞിന് വളർച്ച കൂടുമ്പോൾ ഈ എക്സ്ഫോളിയേറ്റഡ് ആയിട്ടുള്ള ലാനുഗോയും എപ്പിഡെർമൽ സെൽസും ഒക്കെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കലർന്നിട്ട് അതിന്റെ കളർ കുറച്ചും കൂടി പെയിൽ സ്ട്രോ കളേർഡ് ആവുന്നു. ക്ലിയർ? Then it may look turbid due to the presence of vernix caseosa. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടി ടേർബിഡ് ആയിട്ട് ഉണ്ടാകുക, കാരണം എന്താണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വെർണിക്സ് കാസിയോസ. ക്ലിയർ? Then the abnormal color. So what is the importance of abnormal color? അപ്പൊ അവിടെ നമ്മൾ abnormal color എന്ന് എപ്പോഴാണ് പറയുന്നത്, if there is any deviation from the normal color. Okay, deviation from the normal color നമുക്കറിയാം, നമുക്കതിന് abnormal color എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് ഒരു 5 ഡീവിയേഷൻസ് ആണ് അബ്നോർമൽ കളറിൽ നമ്മൾ യൂഷ്വലി പറയാറ്. സോ ഹിയർ ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് meconium stained if the amniotic fluid is with a green color.
ഇപ്പൊ ചില കേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോ അങ്ങനെ വേണമെങ്കിൽ തരാം. ഇപ്പൊ ഒരു പ്രൈമറി മദർ നിങ്ങളുടെ കൺസേൺ കെയറിലുണ്ട്. അപ്പൊ നിങ്ങൾ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സ്റ്റെയിൻഡ് വിത്ത് ഗ്രീൻ കളർ ആണ്. സോ എന്താണ് ആ പിന്നെ മദറിന് സസ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള നഴ്സിംഗ് ഇന്റർവെൻഷൻസ് എന്താണ്, അല്ലെങ്കിൽ ആസ് എ നഴ്സ് വാട്ട് ഈസ് യുവർ പ്രൈമറി ആക്ഷൻ എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തരാം. അപ്പൊ ആ കളർ ഏതാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ക്ലിയർ? അപ്പൊ അവിടെ മെക്കോണിയം സ്റ്റെയിൻഡ്, സോ ഇറ്റ് ഇസ് ഗ്രീൻ കളർ. ഓക്കെ, അപ്പൊ ഗ്രീൻ കളർ ആണെങ്കിൽ നമ്മൾ പറയും എന്താണ്, ദാറ്റ് ഇസ് മെക്കോണിയം സ്റ്റെയിൻഡ്. So is suggestive of fetal distress in presentations other than breech or transverse. Depending upon the degree and duration of the distress, it may thin or thick pea soup or thick with flakes or thick with the presence of flakes suggestive of chronic fetal distress. അവിടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഗ്രീൻ. ഗ്രീനിൽ തന്നെ ഒരു രണ്ട് വേരിയേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് തിൻ, തിൻ പീ സൂപ്പ് വിത്ത് തിൻ ഫ്ലേക്സും വരാം, അതുപോലെ തന്നെ തിക് ഫ്ലേക്സും വരാം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഈ ഒരു മെക്കോണിയം സ്റ്റെയിൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഓഫ് കൺസേൺ, അല്ലെങ്കിൽ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫീറ്റൽ ഡിസ്ട്രസ് ആണ്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫീറ്റൽ ഡിസ്ട്രസ്. ഫീറ്റൽ ഡിസ്ട്രസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ അവിടെ ഒരു രണ്ട് കളർ വേരിയേഷനും കൂടി പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് ഇസ് തിക്ക്, അതായത് തിക്ക് ഗ്രീൻ കളർ ആണ്, അല്ലെങ്കിൽ ഒരു പീ സൂപ്പ് അപ്പിയറൻസ് ആണ് വിത്ത് തിക്ക് ഫ്ലേക്സ് അതിലുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ഫീറ്റർ ഹാസ് എന്താണ്, ക്രോണിക് ഫീറ്റൽ ഡിസ്ട്രസ്. ഇനി തിൻ ആണെങ്കിൽ നമ്മൾ പറയും എന്താണ്, ജസ്റ്റ് ഒരു മൈൽഡ് ഡിസ്ട്രസ് മാത്രമേ അവിടെ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ഓർക്ക് ഗ്രീൻ ആണെങ്കിൽ ദാറ്റ് ഇസ് മെക്കോണിയം സ്റ്റെയിൻഡ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ പീ സൂപ്പ് അപ്പിയറൻസ്, ഒരു പീ സൂപ്പ് അപ്പിയറൻസ് ആണ്. സോ പീ സൂപ്പ് thick pea soup with thick flakes ആണെങ്കിൽ it indicative of fetal distress, chronic fetal distress. Clear? The next വരുന്നത് എന്താണ്, ഗോൾഡൻ കളർ. ഇത് പ്രീവിയസ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡൻ കളർ ഓഫ് amniotic fluid is indicative of what? എന്താണ്, RH incompatibility. Okay, so due to the excessive hemolysis of the fetal RBC, so that എന്താണ് leads to excessive production of bilirubin, though that changes the color of amniotic fluid as golden color. ഇപ്പൊ ഗോൾഡൻ കളർ ആണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക RH incompatibility. പിന്നെ വരുന്നതാണ് ഗ്രീനിഷ് യെല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സാഫ്രോണിന്റെ കളർ ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇൻഡിക്കേറ്റീവ് അല്ലെങ്കിൽ സജസ്റ്റീവ് ഓഫ് പോസ്റ്റ് മെച്യൂരിറ്റി. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡാർക്ക് കളേർഡ്. ഓക്കെ, ഡാർക്ക് കളർ ആണെങ്കിൽ നമ്മൾ പറയും there is some concealed hemorrhages due to, അപ്പൊ ആ ഒരു ഹെമറേജ് കൊണ്ട് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മേ ബി മിക്സ് അപ്പ് വിത്ത് ദാറ്റ് ബ്ലഡ്. സോ അതായിരിക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് ഒരു ഡാർക്ക് കളർ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഒരു മെറ്റേണൽ ഇൻസൾട്ട്, ട്രോമ, ആക്സിഡന്റൽ ഹെമറേജ്, അങ്ങനെ കൺസീൽഡ് ആയിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന ഹെമറേജസ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കൺസീൽഡ് ഹെമറേജസ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് മേ കോസ് ദിസ് ഡാർക്ക് കളേർഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ദെൻ ഡാർക്ക് ബ്രൗൺ, അല്ലെങ്കിൽ നമ്മൾ പറയും ടൊബാക്കോ ജ്യൂസി അല്ലെങ്കിൽ ടൊബാക്കോ ജ്യൂസ് കളർ ഓഫ് amniotic fluid is found in case of IUD, that is intrauterine death. Okay, so ഇപ്പൊ അവിടെ നമ്മൾ എന്താണ് this dark color is due to frequent presence of old HbA എന്ന് പറയുന്നത് that is adult hemoglobin നമ്മൾ എഴുതുന്നതാണ്, അല്ലെങ്കിൽ അഡൽട്ട് ഹീമോഗ്ലോബിന്റെ ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രസൻസ് ആണ് ഈ ഒരു കളർ ചേഞ്ചിന് അല്ലെങ്കിൽ ഈ ഒരു ടൊബാക്കോ ജ്യൂസി അപ്പിയറൻസിന് കാരണമാകുന്നത്. അപ്പൊ ആ കളേഴ്സ് നോക്കുക, ഗ്രീൻ, golden color, yellow or saffron color, the dark color and tobacco juice. Clear? The next one, that is composition of amniotic fluid. That is very important. Composition. ഇപ്പൊ ഇവിടെ കോമ്പോസിഷനിൽ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ടും ജസ്റ്റ് നിങ്ങൾ കോമ്പോസിഷൻ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതുക, 2 കോമ്പണൻസ് ആണ് അതിൽ മെയിൻ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് water content and solid content. Clear ആണല്ലോ? amniotic fluid is comprises of, അല്ലെങ്കിൽ it consists of water and സോളിഡ് കണ്ടന്റ്സ്. ഇവിടെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടർ കണ്ടന്റ് ആണ്. ക്ലിയർ? നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടർ കണ്ടന്റ് ആണ്. സോ ഹിയർ വാട്ടർ ഈസ് 98 to 99% എന്താണ്?
98 to 99% വാട്ടർ കണ്ടന്റ് ആണ് ഉള്ളത്. പിന്നെ വരുന്നതാണ് സോളിഡ് കണ്ടന്റ്, ദാറ്റ് ഇസ് റിമൈനിങ് 1 to 2% ഓഫ് സോളിഡ് കണ്ടന്റ്. ഈ സോളിഡ് കണ്ടന്റിനെ നമ്മൾ അഗെയിൻ ഇറ്റ് ഇസ് ഡിവൈഡഡ് ആസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സോളിഡ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. എന്തൊക്കെയാണ്? ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. സോ എന്താണ് ഓർഗാനിക് പാർട്ടിക്കിൾസ്? അപ്പൊ അവിടെ ഓർഗാനിക് പാർട്ടിക്കിൾസിൽ വരുന്നതാണ് പ്രോട്ടീൻ. Then next one NPN, next one total lipids, then glucose, then uric acid, then hormones like എന്തൊക്കെയാണ് prolactin, insulin, renin, പിന്നെ അതുപോലെ തന്നെ യൂറിയ, then ക്രിയാറ്റിനിൻ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നത് അവിടെ വരുന്ന ഓർഗാനിക് കണ്ടന്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടന്റ് ഓഫ് amniotic fluids എന്ന് പറയുന്നത്. Then next one that is inorganic content. എന്താണ് inorganic content? ഇനോർഗാനിക് കണ്ടന്റ് എന്ന് പറയുന്നത് സോ വിച്ച് ഇൻക്ലൂഡ്സ് എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ്, ദാറ്റ് ഇസ് സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം. ഇതൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ഇനോർഗാനിക് കണ്ടന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഈ ഇലക്ട്രോലൈറ്റ്സിൽ തന്നെ എന്താണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, as pregnancy advances, there may be slight fall in the sodium and chloride concentration, probably due to dilution of hypotonic fetal urine. Then the potassium concentration remain unaltered. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇനോർഗാനിക് കണ്ടന്റ് ആയ സോഡിയവും ക്ലോറിനും അല്ലെങ്കിൽ ക്ലോറൈഡും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ദെൻ പൊട്ടാസ്യം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. സോ ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് which include that is ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഫീറ്റൽ എക്സ്ഫോളിയേറ്റഡ് സ്കിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫീറ്റൽ പാർട്ടിക്കിൾസ്. സോ ദാറ്റ് ഈസ് ലാനുഗോ എക്സ്ഫോളിയേറ്റഡ് സ്ക്വാമസ് എപ്പിത്തീലിയൽ cells from the fetal skin, then vernix caseosa, then cast of amniotic cells, so the cells from the respiratory, urinary, vagina of fetus. So എന്താണ് exfoliated ആയിട്ടുള്ള cells from the fetus, so these are known as the suspended particles. അപ്പൊ ഇവിടെ ഇത്രയാണ് നമ്മുടെ സോളിഡ് കണ്ടന്റിൽ വരുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, സോളിഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. ഇവിടെ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ, NPN, ദാറ്റ് ഇസ് നോൺ പ്രോട്ടീൻ നൈട്രജൻ. നോൺ പ്രോട്ടീൻ നൈട്രജൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസിൽ തന്നിട്ട് ഏതാണ് സോളിഡ് പാർട്ടിക്കിൾസിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇനോർഗാനിക്, നോൺ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഏതാന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കാം, അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ മേജർ പോർഷനും എന്താണ്? ദാറ്റ് ഇസ് വാട്ടർ, ദാറ്റ് ഇസ് 98 to 99%. ക്ലിയർ? Then next is the major functions. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ ബേബി. ഒരു മൈനർ റിസൾട്ട് ഒരു ഇഞ്ചറി വരുന്നതിൽ നിന്ന് ബേബിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്തുമായിക്കോട്ടെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ആന്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഫീറ്റസ്. സോ ദ പ്രൈമറി ഫംഗ്ഷൻ അല്ലെങ്കിൽ മേജർ റോൾ ഓഫ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഫീറ്റസ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, ഫീറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഇനി അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ദാറ്റ് ഇസ് ഡ്യൂറിങ് പ്രഗ്നൻസി അതുപോലെ തന്നെ ഡ്യൂറിങ് ലേബർ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഓപ്ഷൻസിൽ വേണമെങ്കിൽ തരാം, ഓൾ ആർ ദ ഫങ്ഷൻസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എക്സെപ്റ്റ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ഈ പ്രഗ്നൻസിയിലുള്ളത് കൂടാതെ ലേബറിന്റെ സമയത്ത് എങ്ങനെയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, എയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു മെയിൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഫീറ്റസ് ഫ്രം അസൾട്ട്സ്. ദെൻ ഡ്യൂറിങ് പ്രഗ്നൻസി എന്തൊക്കെയാണ്? It acts as a shock absorber to protect the fetus from external injury. So shock absorber means it protects the baby from injury, then maintains the even temperature. Babyക്ക് വേണ്ട ഒരു ഈവൻ ടെമ്പറേച്ചർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് പ്രിവെന്റ് അഡ്ഹഷൻ ബിറ്റ്വീൻ ഫീറ്റൽ പാർട്ട് ആൻഡ് അമ്നിയോട്ടിക് സാക്ക്.
അപ്പൊ അവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഡിസ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു സാക്ക് അല്ലെ, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഡിസ്റ്റൻഡഡ് സാക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് ഫ്രീലി മൂവ് ചെയ്യാൻ സാധിക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫീറ്റസിന്റെ സാധിക്കുന്നു. അതുപോലെ തന്നെ ടു പ്രിവെന്റ് ദ അഡ്ഹഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാൻ സാധ്യതയുള്ളതാണ്, നമുക്ക് ഡിസ്ട്രാക്ടേഴ്സിൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. എന്തൊക്കെയാണ്? ഇറ്റ് പ്രിവെന്റ് ദ അഡ്ഹഷൻ ബിറ്റ്വീൻ ഫീറ്റൽ പാർട്ട് ആൻഡ് amniotic sac. ഓക്കെ, ഫീറ്റൽ പാർട്ടും amniotic സാക്കും തമ്മിലുള്ള അഡ്ഹഷൻസ് പ്രിവെന്റ് ചെയ്യുന്നു. വെരി ക്ലിയർ. Then, and also nutritive value is negligible because a small amount of protein and salt content. However, water supply to the fetus is quite adequate. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ന്യൂട്രിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ബേബിക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ ഡ്യൂറിങ് ലേബർ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, the amnion and chorion are combined to form hydrostatic buds which help the dilatation of the cervix. അപ്പൊ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ലേബറിന്റെ സമയത്ത് സെർവൈക്കൽ ഡയലറ്റേഷൻ പ്രോപ്പർ ആയിട്ട് എയ്ഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഡ്യൂറിങ് യൂട്രൈൻ കൺട്രാക്ഷൻ ഇറ്റ് പ്രിവെന്റ്സ് marked interference with placental circulation so as long as the membrane remain intact. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്, പ്ലാസെന്റൽ സർക്കുലേഷൻ ഉള്ള എന്താണ് ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ പ്ലാസെന്റൽ സർക്കുലേഷന് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് മെംബ്രെയിൻ ഇൻടാക്ട് ആക്കി വെക്കുന്നു. Then it guards against umbilical cord compression. ഞാൻ പറഞ്ഞു ഇറ്റ് പ്രൊവൈഡ് എ കുഷനിങ് എഫക്ട്, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതായിരുന്നു. It flushes the birth canal at the end of first stage of labor and its aseptic and bactericidal action protect the fetus and prevents ascending infection to the uterine cavity. So നമുക്കറിയാം amniotic നമ്മുടെ എന്താണ് സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി, സ്റ്റേജസ് ഓഫ് ലേബർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് സ്റ്റേജ്. അപ്പൊ ഇവിടെ എന്താണ് സ്റ്റേജസ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ലേബർ പെയിൻ ടു ദ ഫുൾ ഡയലറ്റേഷൻ ഓഫ് ദ സെർവിക്സ്, അതാണ്. അപ്പൊ ആ ഒരു സ്റ്റേജില് അതായത് സെർവിക്സ് ഫുൾ ആയിട്ട് ഡയലേറ്റ് ചെയ്തു. അപ്പൊ അവിടെ എന്താണ് ആ ഒരു ടൈമില് നമുക്കറിയാം ഫ്ലൂയിഡ് റപ്ചർ ആവുന്നു. അപ്പം ഈ ഒരു റപ്ചറിങ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് വാഷ് ഔട്ട് ദ ബർത്ത് കനാൽ, ബേബി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബർത്ത് കനാലിനെ വാഷ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഇറ്റ് ഹാസ് എ ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എസെപ്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ദാറ്റ് വിൽ പ്രൊട്ടക്ട് ദ ഫീറ്റസ് ഫ്രം ഗെറ്റിംഗ് ഇഞ്ചറി ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ദ യൂട്രൈൻ ക്യാവിറ്റി. ഓക്കെ, അപ്പൊ അതാണ് അവിടെ വരുന്ന മെയിൻ ഫങ്ഷൻസ്. പിന്നെ വരുന്നതാണ് അവിടുത്തെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. എന്തൊക്കെയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൊണ്ടുള്ള ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ക്ലിനിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതാണ് നമ്മൾ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിൽ പറയുന്നത്. അപ്പം മേജർ ഡയഗ്നോസ്റ്റിക് ടൂൾ ടു അസസ് ദ പ്രോഗ്രഷൻ ഓഫ് ഹെൽത്തി പ്രഗ്നൻസി അല്ലെങ്കിൽ ഹെൽത്ത് ഓഫ് പ്രഗ്നൻസി, ഒരു പ്രഗ്നൻസിയിൽ ആ പ്രഗ്നൻസിയുടെ പ്രോഗ്രഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മേജർ ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ യൂസ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ സിംഗിൾ ഡീപ്പസ്റ്റ് പോക്കറ്റ്, SDP, ദാറ്റ് ഇസ് സിംഗിൾ ഡീപ്പസ്റ്റ് പോക്കറ്റ്. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. അപ്പൊ ഇവിടെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സിൽ നിങ്ങൾ ഒന്ന് അറിയുക, ദ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 5 to 25 ആണ്. ദെൻ സിംഗിൾ ഡീപ്പസ്റ്റ് പോക്കറ്റ് ദാറ്റ് ഈസ് 80 to 20 ആണ്. ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് ഇപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവാണോ അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എക്സസ് ആണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ എമൗണ്ട് ബേസ് ചെയ്ത് യൂഷ്വലി നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ അൾട്രാസൗണ്ട് ആണ്. സോ ഇഫ് ദ AFI greater than 24 centimeter, if the SDP of more than 80 centimeter is considered as that is polyhydramnios. Okay, then polyhydramnios നമുക്കറിയാം എന്താണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ എമൗണ്ട് എക്സസ് ആയിട്ട് കൂടുന്നതിനാണ് നമ്മൾ polyhydramnios എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു എന്താണ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് കൊണ്ടുവരാം, മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് കൊണ്ടുവരാം, കൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയാസ് ഒക്കെ കൊണ്ടുവരാം. ഇനി AFI is under 5 and SDP is less than 2 ആണെങ്കിൽ നമുക്ക് പറയാം that is oligohydramniosis. അപ്പൊ ഈ കോസസ് ഓഫ് ഒലിഗോഹൈഡ്രാംനിയോസിസ് ആർ ഓൾ എക്സെപ്റ്റ് പ്രീവിയസ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് റീനൽ എജനിസിസ് ആണ്, അല്ലെങ്കിൽ റീനൽ ഇഷ്യൂസ്, ബേബിക്ക് എന്തെങ്കിലും റീനൽ പ്രോബ്ലംസ് എജനിസിസ് ഉണ്ടെങ്കിൽ ദാറ്റ് മേ ലീഡ്സ് ടു ദിസ് ഒലിഗോഹൈഡ്രാംനിയോസിസ്. പിന്നെ ജെനിറ്റോ യൂറിനറി ട്രാക്ട് ഒബ്സ്ട്രക്ഷൻസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ IUGR ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റീറ്റാർഡേഷന്റെ കേസിലൊക്കെ എന്താണ് ഒലിഗോഹൈഡ്രാംനിയോസിസ് വരാം.
പിന്നെ വരുന്നത് അതുപോലെ തന്നെ വളരെ ക്ലിനിക്കൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്, ദാറ്റ് ഈസ് അമ്നിയോസെൻതസിസ്. ഓക്കെ, ഇവിടെ അമ്നിയോസെൻതസിസിൽ വരുന്നത്, അപ്പം ഇവിടെ എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, എപ്പോഴാണ് നമ്മൾ അമ്നിയോസിന്തസിസിനെ പ്രിഫർ ചെയ്യുന്നത് ഒരു മദറിനെ അല്ലെങ്കിൽ ആ ഒരു വീക്ക്. സോ ആഫ്റ്റർ 50th വീക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി വിൽ ടേക്ക് ദ സാമ്പിൾ ഓഫ് അമ്നിയോസൈറ്റ്സ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ടു അസസ് വിച്ച് ഡിസീസ്, അല്ലെങ്കിൽ ഏത് അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അവിടെ ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ളത് chromosomal abnormalities. In order to find out chromosomal abnormalities, we have to do this amniocentesis after 15th weeks. ഓക്കെ, അപ്പൊ അവിടെ chromosomal abnormalities എസ്പെഷ്യലി നമ്മൾ പറയാ ഡൗൺ സിൻഡ്രോം ആണ് അല്ലെങ്കിൽ ട്രൈസോമി 21. പിന്നെ ഞാൻ പറഞ്ഞു പോളിഹൈഡ്രാംനിയോസിസ്, അല്ലെങ്കിൽ നമുക്ക് അതിന് പറയാൻ പറ്റുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രാംനിയോസിസ് എന്ന് പറയാം. സോ അനാട്ടമിക്കലി ക്ലിനിക്കൽ ഡെഫിനിഷൻ രണ്ടെണ്ണം അതിൽ പറയുന്നുണ്ട്, ഒന്നുമില്ല, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അനാട്ടമിക്കലി നമുക്ക് പറയാം ദ ലിക്വർ അമ്നി എക്സീഡ്സ് 2000 ml, 2000 കൂടുതൽ അല്ലെങ്കിൽ 2000 ml കൂടുതൽ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുന്ന ഒരു കണ്ടീഷൻ ആണ് പോളിഹൈഡ്രാംനിയോസിസ്. ഇൻ അനാട്ടമിക്കലി നമ്മൾ പറയുന്നു. ഇൻ ക്ലിനിക്കലി വി ക്യാൻ ഡിഫൈൻ the excessive accumulation of liquor amni causing discomfort to the patient, and when imaging help needed to substantiate the clinical diagnosis of live presentation of the fetus. അപ്പൊ ഈ ഒരു എക്സസീവ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ പലപ്പോഴും ക്ലിനിക്സിൽ മേ ബി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് കോസ് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഡിസ്കംഫേർട്സ് മദറിന് ഉണ്ടാകാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വി ഹാവ് ടു അസസ് എപ്പോഴും ലൈവ്, അതുപോലെ തന്നെ ഫീറ്റൽ എൻഗേജ്മെന്റ് ഒന്നും അത്രയും പിന്നെ എന്താണ് ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിരിക്കും ഹെഡ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് പോളിഹൈഡ്രാംനിയോസിസിൽ. ഓക്കെ, അല്ലെങ്കിൽ ലൈ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യണം. പിന്നെ വരുന്നതാണ് അക്യൂട്ട് ഹൈഡ്രാംനിയോസിസ്. അക്യൂട്ട് ഹൈഡ്രാംനിയോസിസ് is extremely rare condition. The onset is acute and fluid accumulate within few days. It is usually occurs before 20th week of pregnancy. That is very important. ഇവിടെ അക്യൂട്ട് എന്ന് അല്ലെങ്കിൽ അക്യൂട്ട് ഹൈഡ്രാംനിയോസിസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. സോ വാട്ട് ഇസ് ഹാപ്പൻസ് മീൻസ്, സോ ദർ ഇസ് അക്യൂട്ട്, പെട്ടെന്നുള്ള ഒരു ഓൺസെറ്റ് ആയിരിക്കും, അക്യൂട്ട് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്. അപ്പൊ ആ ഒരു ഫ്ലൂയിഡിന്റെ എമൗണ്ട് കൂടുന്നത് എന്ന് പറയുന്നത് വിത്തിൻ ഫ്യൂ ഡേയ്സ്, പെട്ടെന്ന് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് ഈ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവല് 2000 ml എക്സീഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ഒക്കറൻസ് ബിഫോർ 20th വീക്ക് ആണെങ്കിൽ നമുക്ക് പറയാം അത് അക്യൂട്ട് ഹൈഡ്രാംനിയോസിസ് ആണ്. ഈ അക്യൂട്ട് ഹൈഡ്രാംനിയോസിസ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ് എസ്പെഷ്യലി മോണോസൈഗോട്ടിക് ട്വിൻസ് വിത്ത് TTTS. വാട്ട് ഇറ്റ് ഈസ് TTTS? എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കൊറിയ ആൻസിനോമ ഓഫ് ദ പ്ലാസന്റ. അപ്പൊ ഈ കണ്ടീഷനിലൊക്കെയാണ് അക്യൂട്ട് ഹൈഡ്രാംനിയോസിസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. പിന്നെ വരുന്നതാണ് ഒലിഗോ ഹൈഡ്രാംനിയോസിസ് അല്ലെങ്കിൽ ഒലിഗോ ആംനിയസ്. Oligoamnias, it is extremely rare condition where the liquor amni is deficient in amount to extent less than 200 ml. അപ്പൊ എപ്പോൾ ഈ എമൗണ്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പം ഒലിഗോഹൈഡ്രാംനിയോസിസിലാണെങ്കിൽ the amount is less than 200 ml ആയിരിക്കും. Then anhydramniosis, that is absence of any measurable pockets of amniotic fluid. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് anhydramniosis എന്ന് പറയും. So these are related to amniotic fluid. അപ്പൊ amniotic fluid റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് റിഗാർഡിംഗ് amniotic fluid, അവിടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ദാറ്റ് ഇസ് എ മെയിൻ കാർബോഹൈഡ്രേറ്റ് ഇൻ amniotic fluid. ഏതാണ്? That is main carbohydrate in amniotic fluid. So that is glucose. Okay, glucose ആണ് amniotic fluidലെ മെയിൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി നോട്ട് സെറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ ഡിസ്കസ് ചെയ്ത് പോയത്. അത് റിഗാർഡിംഗ് amniotic fluid റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. മെയിൻ ഗ്ലൂക്കോസ് പ്രസന്റ് ഇൻ amniotic fluid എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. So you have to note down that point. Okay, then next question. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. The next question, a patient who is on olanzapine for a long time developing xanthoma. Okay, so note down xanthoma. Which one of the following level might be elevated in his blood? A creatinine, B carotene, C cholesterol, D glucose, E albumin. എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? A patient who is on olanzapine. അപ്പൊ ഒലൻസാപ്പിൻ തെറാപ്പി എടുക്കുന്ന ഒരു പേഷ്യന്റിന് എന്താണ് ഡെവലപ്പ് ചെയ്തത്? സാന്തോമ ഡെവലപ്പ് ചെയ്തു. ഓക്കെ,
അപ്പം സാന്തോമ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് എമൗണ്ട് ആണ് അതില് കൂടുതലായിട്ട് വരുന്നത് ബ്ലഡില്? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ABCDE തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ആൻസർ ഏതാണെന്ന് നോക്കാം. സോ ദാറ്റ് ഇസ് കൊളസ്ട്രോൾ. എന്താണ് ഒലൻസാപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗ് ആണ് ഒലൻസാപ്പിൻ? ഒലൻസാപ്പിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്. ഓക്കെ, ഒലൻസാപ്പിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, അല്ലെങ്കിൽ വൺ എമംഗ് ദ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ് ഒലൻസാപ്പിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ആന്റിസൈക്കോട്ടിക്സില് ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സും ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സും ഉണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ നമ്മൾ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എന്ന് പറയും. ഇവിടെ ഫസ്റ്റ് ജനറേഷനിലാണ് നമ്മൾ ക്ലോർപ്രമസിൻ, ഫ്ലൂക്കനാസോൾ, ഡെക്കോണൈറ്റ്, അതുപോലെ തന്നെ ഹാലോപെരിഡോൾ, അങ്ങനത്തെ ഒക്കെ എന്താണ് ഫസ്റ്റ് ജനറേഷൻ. ഇനിയും ഉണ്ട് ഒരുപാട് എക്സാമ്പിൾസ്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ഫസ്റ്റ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സിന്റെ മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് EPS, എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം, അല്ലെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ്. ഈ ഒരു സൈഡ് എഫക്ട്സ് പ്രൊഫൈൽ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് കൊണ്ട് പേഷ്യന്റിന് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് ഈ എക്സ്ട്രാ പിരമിഡൽ സിംറ്റം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഇല്ലാതെ ആക്കിക്കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ് ഒലൻസാപ്പിൻ ഉണ്ട്, ക്ലോസാപ്പിൻ ഉണ്ട്, അതുപോലെ തന്നെ അരിപ്പിപ്രാസോൾ, ക്യൂറ്റിയാപ്പിൻ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കുറച്ച് ഡ്രഗ്സിന്റെ പേരുകൾ. ഇവിടെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെറ്റബോളിക് സൈഡ് എഫക്ട്സ്. എപ്പോഴും ഓർത്തിരിക്കണം, EPS ഈസ് കോമൺ ടു ഫസ്റ്റ് ജനറേഷൻ ഓർ ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്. പിന്നെ മെറ്റബോളിക് സൈഡ് എഫക്ട്സ് ഈസ് കോമൺ ടു എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ്. ഫോർ എക്സാമ്പിൾ മെറ്റബോളിക് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ലിപ്പിഡീമിയ വരാം, ഹൈപ്പോടെൻഷൻ, അതുപോലെ തന്നെ കാർഡിയാക് പ്രോബ്ലംസ്, ഒബീസിറ്റി, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്താണ് ഈ മെറ്റബോളിക് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ വാട്ട് ഈസ് സാന്തോമാസ്? ആ ഒരു ഇമേജ് നിങ്ങൾ നോക്കിക്കേ. Maybe you can get it as an image based questions നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടാം. ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, ദിസ് ഇസ് നോൺ ആസ് സാന്തോമാസ്. സോ ദിസ് ഇസ് ദ പ്രസൻസ് ഓഫ് ഹൈപ്പർ ലിപ്പിഡീമിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു മെറ്റബോളിക് സൈഡ് എഫക്ട് ആണ്. സോ ദിസ് ദ സാന്തോമാസ് വി ക്യാൻ കൺസിഡർ ആസ് ദ മെറ്റബോളിക് സൈഡ് എഫക്ട് ഓഫ് olanzapine. Metabolic syndrome is a common side effect of atypical antipsychotic treatment. Then this is growing concern of ഞാൻ പറഞ്ഞു metabolic disturbance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർഗ്ലൈസീമിയ വരാം, ഹൈപ്പർ ലിപ്പിഡീമിയ, എക്സാസബറേഷൻ ഓഫ് ടൈപ്പ് 1 ടൈപ്പ് 2 DM. അപ്പൊ നമ്മള് ഈ പേഷ്യൻസിനൊക്കെ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചോദിക്കുകയാണ് ഒരു പേഷ്യന്റ്, നിങ്ങൾ ഒരു സെനാരിയോ ക്രിയേറ്റ് ചെയ്ത് ഇഫ് യു ഇമാജിൻ ദാറ്റ് യു ആർ എ സൈക്കാട്രിക് നഴ്സ്. അപ്പൊ നിങ്ങളുടെ പേഷ്യന്റിന് എന്താണ് ഒരു എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് they'll say a drug, ഒരു ഡ്രഗിന്റെ പേര് പറഞ്ഞ് പേഷ്യന്റിന് കൊടുക്കുകയാണ്. കൺസേൺ, അല്ലെങ്കിൽ നിങ്ങൾ ഹൗ യു ക്യാൻ എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. അപ്പൊ എപ്പോഴും ഓർക്കുക, നമ്മൾ ഓൾറെഡി DM ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ വി ഹാവ് ടു ചെക്ക് ദ ബ്ലഡ് ഷുഗർ. നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ്. എൻട്രസ്റ്റ് ദം ടു ഡു റെഗുലർ എക്സസൈസ് പറഞ്ഞു കൊടുക്കുക ആണ്. The new onset type 2 and diabetic ketoacidosis. Then xanthoma means what? It is a skin condition which certain fat build up under the surface of skin. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്കിൻ ലെയേഴ്സ്. അപ്പൊ ജസ്റ്റ് നമ്മുടെ സ്കിൻ സർഫസിൽ എന്താണ് ഫാറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ഇങ്ങനെ പിന്നെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് സാന്തോമ. ക്ലിയർ? The next question that is a 45-year-old male client with 8 years history of an alcohol abuse is admitted for de-addiction treatment. അപ്പൊ അവിടുത്തെ പ്രോബ്ലം നമുക്ക് കിട്ടി എന്താണ്? ആൽക്കഹോൾ അബ്യൂസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ADS, ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് സിൻഡ്രോം, അല്ലെങ്കിൽ നമുക്ക് പറയാം AUS, ആൽക്കഹോൾ യൂസ് സിൻഡ്രോം എന്ന് നമ്മൾ പറയും കേട്ടോ. The nurse in the units is aware that the following symptoms are associated with alcohol withdrawal delirium except. എപ്പോഴും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം, you have to read or you have to look on the strategic word. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് വേർഡ്സ് എന്ന് പറയാം. ചിലപ്പോൾ ഇൻക്ലൂഡ്സ്, എക്സെപ്റ്റ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ്. ഓക്കെ,
അല്ലെങ്കിൽ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നൊക്കെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ സ്ട്രാറ്റജിക് വേർഡ്സ് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുക, അതിൽ ഇതുപോലെയുള്ള ചില വേർഡ്സ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇഫ് യു ആർ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്ട്രാക്ടേഴ്സ് കാണുമ്പോൾ ഇതെനിക്ക് അറിയാലോ, അപ്പൊ നമ്മൾ അങ്ങനെ ആൻസർ ചെയ്ത് ഒരുപാട് നെഗറ്റീവ്സ് വരുത്താറുണ്ട്. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. hallucination, disorientation, hypertension, anxiety. B, ataxia, lethargy, hypotension, hunger. C, hypertension, lethargy, stupor, dystonia. D, muscle rigidity, alertness, choice, hand tremors and hypothermia. ഏതാണ്? ഇവിടെ ADS ഉള്ള പേഷ്യന്റ് ആണ്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്. ഇപ്പൊ പേഷ്യന്റിന് ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീറിയം സ്റ്റേറ്റിലാണ് പേഷ്യന്റ് ഉള്ളത്. സോ വാട്ട് വിൽ ബി യുവർ ആൻസർ? So the answer is A, that is hallucinations, disorientation, hypertension and anxiety. Okay. So നമുക്ക് നോക്കാം അവിടെ എന്താണ് withdrawal syndromes. അപ്പൊ ആൽക്കഹോൾ withdrawal syndrome വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് കോമൺ withdrawal syndrome അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ withdrawal symptom എന്ന് പറയുന്നത് എന്താണ്? ADS ൽ. നോട്ട് ഡൗൺ ദിസ് പോയിന്റ്. Okay, most common withdrawal syndrome, that is hangover on the next morning. Very clear ആയിട്ട് ഓർത്തിരിക്കുക. എന്താണ് മോസ്റ്റ് കോമൺ, നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന withdrawal syndrome എന്ന് പറയുന്നത് എന്താണ്? That is hangover on the next morning. നെക്സ്റ്റ് മോർണിംഗ് ഹാങ് ഓവർ ആണ് അവിടെ കോമൺ ആയിട്ട് കാണുന്ന withdrawal syndrome. Then ഇനി മൈൽഡ് withdrawal syndrome എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൈൽഡ് withdrawal syndromeത്തിൽ വരുന്നത്? So mild withdrawal syndrome, which includes that is tremor, nausea, vomiting, weakness, irritability, insomnia, anxiety, all these are the common withdrawal symptoms and we can consider it as the mild withdrawal symptoms. Clear? ഇതിനെ നമുക്ക് കോമൺ ആയിട്ടുള്ള withdrawal symptoms നമ്മൾ ഓൾറെഡി ഡി അഡിക്ഷൻ ബോർഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇനിയല്ല നമുക്ക് അല്ലാതെ പേഷ്യൻസിനെ നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്ന മൈൽഡ് ട്രെമേഴ്സ് ഉണ്ടാവാം, നോസിയ, വോമിറ്റിംഗ്, വീക്ക്നെസ്, ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ, ആങ്സൈറ്റി, all these we can assess. Okay, we can see. Then the withdrawal symptoms may be severe. In case of severe, അപ്പൊ നിങ്ങൾ എഴുതി വെക്കുമ്പോ നിങ്ങളിപ്പം എന്താണ് ആൽക്കഹോൾ withdrawal syndrome എന്ന് എഴുതി എന്നിട്ട് ഫസ്റ്റ് ആരോ ഇട്ടിട്ട് മോസ്റ്റ് കോമൺ withdrawal syndrome. So hangover on the next morning. So you have to write അല്ലെങ്കിൽ put it in the box. അല്ലെങ്കിൽ ഒരു നല്ല ഒരു കളർ പെയിന്റ് അണ്ടർലൈൻ ചെയ്ത് എഴുതുക. Then next one mild, then severe അങ്ങനെ എഴുതി വെക്കുക. Then mild നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then second one, that is severe, which is characterized by 3 disturbances. അപ്പൊ അവിടെ നമ്മള് 3 കാര്യങ്ങളാണ് അവിടെ മെയിൻ ആയിട്ടും വരുന്നത്. Then that is delirium tremens, alcoholic seizure and alcoholic hallucinosis. So നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട delirium tremens ആണ്. ഇപ്പൊ ഇവിടെ severe withdrawal syndrome can be classified into 3. അവിടെ സിവിയറിന്റെ അവിടെ 3 എണ്ണം ആയിട്ട് ആരോ ഇട്ടിട്ട് നിങ്ങൾ എഴുതുക. delirium tremens, alcoholic seizure. So alcoholic seizure, which is also known as rum fit. Okay, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്കമിംഗ് ക്ലാസ്സസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. rum fit. Then അതുപോലെ തന്നെ വരുന്നതാണ് alcoholic hallucinosis, the third one. ഇപ്പൊ ഇവിടെ so what is delirium tremens? Delirium tremens is the most severe alcohol withdrawal. വളരെ കോമൺ ആയിട്ടില്ല എന്നാൽ സിവിയർ ആയിട്ടുള്ള ആൽക്കഹോൾ withdrawal syndrome ആണ് delirium tremens എന്ന് പറയുന്നത്. It usually occurs within 2 to 4 days of complete significant abstinence. അപ്പം നമ്മൾ ആൽക്കഹോൾ എടുക്കുക ഒരു കംപ്ലീറ്റ് അബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ അബ്സ്റ്റിനൻസ് എടുക്കുക, നമ്മൾ ഒഴിവാക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ആൽക്കഹോൾ ഒഴിവാക്കിയില്ല, പാർഷ്യൽ നമ്മൾ കഴിക്കുന്ന എമൗണ്ട് കുറച്ചുകൊണ്ട് വരികയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് മേ ഡെവലപ്സ് വിത്തിൻ 2 to 3 days 2 to 4 ഡേയ്സിന്റെ ഉള്ളിൽ ഈ പറയുന്ന ഒരു withdrawal symptoms ആണ് ഡെവലപ്പ് ചെയ്യുക. അതിനാണ് നമ്മൾ delirium tremens എന്ന് പറയുന്നത്. Then from heavy alcohol drinking in about 5% of patients as compared to acute tremendous, which occurs in about 34% of patients. അതായത് ഒരു ഹെവി ബൗട്ട് ഡ്രിങ്കിങ് എടുക്കണം അല്ലെങ്കിൽ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാള് ഇങ്ങനെ ആൽക്കഹോൾ അബ്സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യും. ദെൻ അവിടെ പറയുന്നത് ഇറ്റ് ക്യാൻ ബി അല്ലെങ്കിൽ അത് റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് 3 to 7 days ആണ്. ആ ഒക്കറൻസ് പീരീഡും അതുപോലെ തന്നെ റിക്കവറി പീരീഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എന്തൊക്കെയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ? സോ there is an delirium അല്ലെങ്കിൽ എന്താണ് അക്യൂട്ട് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയും. ആ ഒരു ഡെലീറിയത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്
acute organic brain syndrome. So this delirium can be characteristic features, clouding of consciousness. അപ്പൊ അവിടെ എന്താണ്, പേഷ്യന്റിന് ക്ലൗഡഡ് കോൺഷ്യസ്നെസ് ആയിരിക്കും. സോ ദിസ് ക്ലൗഡഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ് വി ക്യാൻ അതർവൈസ് കോൾ ഇറ്റ് ആസ് ബ്രെയിൻ ഫോഗ്. ബുക്സിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ബ്രെയിൻ ഫോഗ് അഥവാ നമുക്കതിനെ മെന്റൽ ഫോഗ് എന്ന് പറയാം. ഓക്കെ, മെന്റൽ ഒരു പൊടിമയം പോലെ അല്ലെ ഒരു പാട പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അതിനാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ കോൺഷ്യസ് ആണ്, പക്ഷെ നമ്മളെ കോൺഷ്യസ് ഒരു ക്ലൗഡിങ് ആണ്. നമ്മൾ നല്ല ഡീപ് സ്ലീപ്പിൽ നിന്നൊക്കെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനസ്തെറ്റിക് എഫക്റ്റിൽ നിന്ന് വരികയാണെങ്കിൽ അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ആണ് ഈ ക്ലൗഡഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർക്കുക, നമ്മൾ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം ഇത് പറഞ്ഞത് കൊണ്ട് അതിനോട് കൂടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രത്തിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ദറ്റ് ഈസ് അക്യൂട്ട് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെലീറിയം. അടുത്തത് ക്രോണിക് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം, അല്ലെങ്കിൽ നമ്മൾ അതിന് ഡിമെൻഷ്യ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഡെലീറിയത്തിലും ഡിമെൻഷ്യയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട്. നമ്മുടെ KPSC ആയിക്കോട്ടെ, അതുപോലെ നോർസെറ്റ്, മറ്റേ ഏത് എക്സാംസിലും ഒരുപാട് എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, കോൺഷ്യസ്നെസ്. ഓക്കെ, ഡെലീറിയത്തില് കോൺഷ്യസ്നെസ് ഇംപയർഡ് ആണ്. ദർ വിൽ ബി ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ്. വെൻ കം ടു ഡിമെൻഷ്യ പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ ഡിമെൻഷ്യ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾ ഓർക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ് തന്മാത്ര എന്ന് പറയുന്ന ഒരു മൂവി. സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ വെൽ ഡീകോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫിലിമിൽ എങ്ങനെയാണ് ഡിമെൻഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ ഒരു സ്റ്റേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു അപ്കമിങ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇവിടെ എന്താണ്, ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ് വിത്ത് ഡിസോറിയന്റേഷൻ ഇൻ ടൈം പ്ലേസ് പേഴ്സൺ, എല്ലാം ഡിസോറിയന്റഡ് ആയിരിക്കും. Then poor attention span and distractibility we can see. Then visual and auditory hallucinations, illusions. എപ്പോഴും ഓർക്കുക, വിഷ്വൽ ഹാലൂസിനേഷൻസ് ആർ മോർ കോമൺലി വി ക്യാൻ സീൻ ഇൻ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം. ഓക്കെ, സ്കിസോഫ്രീനിയയിൽ നമ്മൾ കാണുന്ന ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആണ്. So this visual hallucinations are fleeting or absent or very rare in schizophrenia. എപ്പോഴും ഓർത്തിരിക്കാം, ആ ADS അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിൽ നമ്മൾ കാണാൻ പറ്റുന്നത് വിഷ്വൽ ഹാലൂസിനേഷൻ ആണ്. സ്കിസോഫ്രീനിയയിലെ വിഷ്വൽ ഹാലൂസിനേഷൻ ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെയുള്ള ഹാലൂസിനേഷൻസ് ഓഡിറ്ററി കാണാം. അതുപോലെ തന്നെ എന്താണ്, ടാക്ടൈൽ ഹാലൂസിനേഷൻ കോമൺ ആണ്. അതായത് ഇൻസെക്ട്സ് ക്രോളിംഗ് ഓവർ ദ ബോഡി. ചിലപ്പോൾ പേഷ്യന്റ് പറയേണ്ട ദേഹത്ത് കൂടി പാമ്പ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവി എഴയുന്ന പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. ഇപ്പൊ ഈ ഒരു പാസിവിറ്റി ഫിനോമിന അല്ലെങ്കിൽ ഈ ഒരു ടാക്ടൈൽ ഹാലൂസിനേഷൻ വെരി കോമൺ ആണ്. Then marked autonomic disturbances with tachycardia, fever, hypertension, sweating and pupillary dilatation. Then psychomotor agitation, ataxia, insomnia with the reversal of sleep-awake pattern. Then dehydration with electrolyte imbalances. Then death can occur in 5 to 10% of patients with delirium tremens and is often due to cardiovascular collapse, infection, hyperthermia, self-inflicted injury. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടും ഡെത്ത് ഉണ്ടാകാനുള്ള കാരണം. ഇപ്പൊ ഈ ഡെലീരിയം ട്രെമൻസ് അസോസിയേറ്റ് ചെയ്തിട്ട് സീരിയസ് കൊളാപ്സ് വരാം, മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, ഹൈപ്പർതെർമിയ ഒക്കെ വരാം. ആൻഡ് intercurrent medical illness such as pneumonia, fracture, liver diseases, pulmonary tuberculosis may be complicate the clinical picture of the patient. Okay, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കോമോർബിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ that may complicate the patient condition. Clear ആണല്ലോ delirium tremens. Then next question is invertogram. Okay, invertogram is used to the diagnosis of condition A, anorectal malformation, B, tracheoesophageal fistula, C, cleft lip and palate, D, Hirschsprung's disease. ഏതാണ് invertogram? Okay, നമുക്ക് നോക്കാം. So here the answer is A, that means anorectal malformation. നമ്മൾ anorectal malformations in the സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഇൻവെർട്ടോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അത് അവിടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ സ്കിയാഗ്രാം. ഓക്കെ, സ്കിയാഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ട്രാക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല. അപ്പൊ ആ 2 പോയിന്റ്സ് കിട്ടി. ഓക്കെ,
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്പെസിഫിക് ടെസ്റ്റുകളുടെ ടേബിൾസ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു പുതിയ ടേബിൾ ആക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ടെസ്റ്റുകൾ, പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്നോസിസ്. ഇപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടിയ എന്താണ് ഇൻവെർട്ടോഗ്രാം. ഇൻവെർട്ടോഗ്രാം ഏതാണ്? ഏനോറെക്ടൽ മാൽഫോർമേഷൻ. നെക്സ്റ്റ് വൺ സ്കിയാഗ്രാം, അതെന്തിനാണ്? ട്രക്കിയോ ഈസോഫാജൽ ഫിസ്റ്റുല. അപ്പൊ അങ്ങനെ ആ ടേബിൾസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? And the next question, that is, a woman comes in immunization clinic for immunization of 4-year-old child. The nurse sees that inner square is lighter than outer circle on vaccine vial monitor, VVM. That is vaccine vial monitor. What will nurse? A, discard the vial. B, use vaccine. C, put back in vaccine container. ഇവിടെ ഒരു ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിൽ വന്നു ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ ആ നേഴ്സ് നോക്കുമ്പോൾ ഇന്നർ സ്ക്വയർ, വാക്സിൻ വയലിലെ സ്ക്വയർ ലൈറ്റർ ആണ്, ലൈറ്റർ ദാൻ ദ ഔട്ടർ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ആ വാക്സിൻ വയൽ അല്ലെങ്കിൽ ആ ഒരു വയൽ എന്ത് ചെയ്യും നോക്കാം. സോ ബി, ദാറ്റ് ഇസ് യൂസ് ദ വാക്സിൻ. അപ്പം ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് വാക്സിൻ വയൽ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നമ്മുടെ നോർസെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാക്സിനേഷൻ പ്രോട്ടോകോൾസ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡോസ് ചോദിക്കാം, റൂട്ട് ചോദിക്കാം, ഏത് ടൈമിൽ കൊടുക്കുന്നു എന്ന് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. വാക്സിനേഷൻ ഇസ് വെരി, ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ വരുന്ന ഒന്നാണ് കോൾഡ് ചെയിൻ, ദെൻ റെഫ്രിജറേറ്റർ കീപ്പിംഗ് പ്രോട്ടോകോൾസ്. ഓരോ വാക്സിൻസ് നമ്മൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, ആ പ്രോട്ടോകോൾസ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് VVM, വാക്സിൻ വയൽ മോണിറ്ററിംഗ് സിസ്റ്റം. ഓക്കെ, ഇവിടെ വാക്സിൻ വയൽ മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വാക്സിൻ വയൽ മോണിറ്റർ is a label containing heat sensitive material which is placed on a vaccine vial to register cumulative heat exposure over time. അതൊരു ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയലിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹീറ്റ് എക്സ്പോഷർ നമ്മൾ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഈ വാക്സിൻ വയൽ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് ഇമേജ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇമേജ് ബേസ്ഡ് ആയിട്ട് ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാക്സിൻ വയൽ മോണിറ്റർ, ഇതാണ് ഇതിന്റെ ഔട്ടർ സർക്കിൾ. ദിസ് ഇസ് ഇന്നർ സ്ക്വയർ. ദ ഇന്നർ സ്ക്വയർ ഈസ് ലൈറ്റർ ദാൻ ഔട്ടർ റിംഗ്. ഓക്കെ, ഇത് ഡാർക്ക് ആണ്, ഇത് ലൈറ്റ് ആണ്. ഇഫ് ദ എക്സ്പയറി ഡേറ്റ് ഹാസ് നോട്ട് ബീൻ പാസ്ഡ്, so we can use the vaccine. Then at the later time the inner square is still lighter than outer ring. എന്നാലും അത്ര ലൈറ്റർ അല്ല, എന്നാലും ലൈറ്റർ ആണ്. If the expiry date has not been passed, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? We can use the vaccine. Then if the inner square matches the color of outer ring, രണ്ടും ഒരേപോലെയാണ്, ഒരേ കളറായി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇഫ് ദ എക്സ്പയറി ഡേറ്റ് ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ആ വാക്സിൻ ഡിസ്കാർഡ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, ദ ഇന്നർ സ്ക്വയർ ഡാർക്കൻ ദാൻ ദ ഔട്ടർ റിംഗ്. ഔട്ടർ റിംഗിനേക്കാളും ഇന്നർ സ്ക്വയർ ഡാർക്കർ ആണെങ്കിൽ നമ്മൾ പറയും ബിയോണ്ട് ഡിസ്കാർഡ് പോയിന്റ്, അല്ലെങ്കിൽ എന്താണ്? ഡു നോട്ട് യൂസ് ദ വാക്സിൻ. എപ്പോഴും അത് ഡിസ്കാർഡ് ചെയ്യേണ്ട ടൈം ഓവർ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ദിസ് കേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഒരു വാക്സിൻ വയൽ നിങ്ങൾ ബെറ്റർ നിങ്ങൾ ഒരു കളർ വരച്ചു വെച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ പിക്ചർ വരച്ചിട്ട് നോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇത് ഇമേജ് ബേസ്ഡ് ഓക്കെ IBQ ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? The next one, that is byssinosis is caused by inhalation of A, sugarcane dust, B, cotton dust, C, lithium, D, lead. പറഞ്ഞോളൂ. Byssinosis is caused by, ഇത് നമുക്ക് നമ്മുടെ പ്രീവിയസ് PSCയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴും എന്താണ് പറയുന്നത്, ഈ ഒരു എക്സ്പോഷർ ഡിസീസസ്, ഓക്കെ, എക്സ്പോഷർ സോഴ്സ്, എക്സ്പോഷർ ഡിസീസ് എപ്പോഴും ചോദിക്കുന്ന ഒന്നുമാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഏതാണ് അതിന്റെ ആൻസർ. ഈസി ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന, തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഈസ് B, ദാറ്റ് ഇസ് കോട്ടൺ. സോ അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു എന്താണ്, ഇവിടെ ഒരു ഡിസീസ് എക്സ്പോഷറിന്റെ ഒരു ടേബിൾ വരച്ച് വെച്ച് പഠിക്കുക. ഞാൻ എല്ലാം ഈ ടേബിൾ വെച്ച് അല്ലെങ്കിൽ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടേബിൾസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ പറയുന്നത്. നമ്മളിവിടെ ചെറിയ പോയിന്റ്സ് ആക്കി ഇട്ട് വെച്ചാൽ പിന്നീട് നമ്മളത് റിവൈസ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. ഒരു കുഞ്ഞു നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ടേബിൾസ് കാര്യങ്ങളൊക്കെ അതിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ക്രോമസോമൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡറിന്റെ ടേബിൾ, ട്രൈസോമി ടേബിൾ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ബുക്കിൽ, കുഞ്ഞു ബുക്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ വരയ്ക്കുക എന്താണ്,
ദാറ്റ് ഈസ് ഡിസീസ് ആൻഡ് എക്സ്പോഷർ സോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ചെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസീസ് ആൻഡ് എക്സ്പോഷർ സോഴ്സ്. ഓക്കെ, ഡിസീസ് ആൻഡ് എക്സ്പോഷർ സോഴ്സ്. ഇവിടെ ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു എന്താണ്, ദാറ്റ് ഇസ് ബിസിനോസിസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ബിസിനോസിസ്, ദാറ്റ് ഇസ് കോട്ടൺ ഫൈബർ അല്ലെങ്കിൽ കോട്ടൺ ഡസ്റ്റും ആയിട്ടുള്ള എന്താണ് എക്സ്പോഷർ ആണ് വരുന്നത്. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് ബാഗോസിസ്. ഓക്കെ, BAGASSOSIS. ബാഗോസിസ് എന്താണ്? സോ ബാഗോസിസ് ഇസ് ദ എക്സ്പോഷർ വിത്ത് ഷുഗർ കെയിൻ ഡസ്റ്റ് അല്ലെ, ഷുഗർ കെയിൻ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു ഡിസീസ് ആണ് ബാഗോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഫാർമേഴ്സ് ലങ്. ഇമ്പോർട്ടന്റ് ആണ് ഫാർമേഴ്സ് ലങ്. ഫാർമേഴ്സ് ലങ്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗൾഡി ഹേ. മൗൾഡി ഹേയുടെ എക്സ്പോഷർ കൊണ്ട് വരുന്നതാണ്, മൗൾഡി ഹേ എക്സ്പോഷർ കൊണ്ട് വരുന്നതാണ് ഫാർമേഴ്സ് ലങ്. അതുപോലെ വരുന്നതാണ് കമ്പോസ്റ്റ് ലങ്. കമ്പോസ്റ്റ് ലങ്, കമ്പോസ്റ്റ് ലങ്. ഓക്കെ, സോ അത് ഈ എക്സ്പോഷർ, ഈ കമ്പോസ്റ്റ് എക്സസീവ് ആയിട്ട് എക്സ്പോഷർ ആവുന്നുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ കുറെ ഉണ്ട്. സോ റിമൈനിങ് ആയിട്ടുള്ളത് നിങ്ങൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബാക്കി നമുക്ക് ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് വരുമ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഒരുപാടുണ്ട്. ഇപ്പൊ ഒരു പരിമിതി ടൈമിന്റെ ആ ഒരു കുറവുകൊണ്ട് ഞാൻ ജസ്റ്റ് അത്ര മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ വരുന്ന ഒന്നാണ്, ഇതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക, അതായത് പ്ലംബിസം. നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നു. പ്ലംബിസം, വാട്ട് ഈസ് ദാറ്റ് പ്ലംബിസം? ദാറ്റ് ഈസ് ലെഡ് ടോക്സിസിറ്റി ആണ് നമ്മൾ പ്ലംബിസം എന്ന് പറയുന്നത്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, route of administration of measles vaccine. Direct question ആണ്. AIDV, subcutaneous, IM, DIV. Route of administration of measles vaccine. പറഞ്ഞോളൂ ആൻസേഴ്സ്. So here നമുക്ക് നോക്കാം. So the answer is B, that is subcutaneous. Okay. The next question, that is acceptable level of fluoride in drinking water should be less than A 0.05 mg per liter, B 1.2 mg per liter, C 0.5 mg per liter and D 2 mg per liter. ഇതാണ് acceptable level of fluoride in drinking water. ഫ്ലൂറൈഡിന്റെ ഒരു acceptable level എത്രയാണ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ? നോക്കാം നമുക്ക് ഏതാണ് ആൻസർ എന്ന്. So the answer is C, that is 0.5 mg. Okay. അപ്പൊ അവിടെ ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പിന്നെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. അവിടെ മെയിൻ ആയിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലൂറൈഡിന്റെ ഇമ്പോർട്ടൻസ് ഡ്രിങ്കിങ് വാട്ടറിൽ എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഡെന്റൽ ഹെൽത്ത് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് എന്താണ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പബ്ലിക് വാട്ടർ സപ്ലൈഡ് നമ്മൾ എക്സസ് അല്ലെങ്കിൽ നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ ഫ്ലൂറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ ഒരു ജസ്റ്റ് അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്, നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പോഷർ. ഓക്കെ, സോ ദ കൺട്രോൾഡ് എക്സ്പോഷർ ഓഫ് ഫ്ലൂറൈഡ് എന്താണ്, സോ ദാറ്റ് വിൽ ഇൻക്രീസസ് ദ ഓവറോൾ ഹെൽത്ത് ഓഫ് ടൂത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ടൂത്തിന്റെ അല്ലെങ്കിൽ ടീത്തിന്റെ ഓവറോൾ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ ദിസ് വിൽ റീപ്ലേസ് ദ ഇനാമൽ ആൻഡ് കില്ലിംഗ് ദ പ്ലേഗ് കോസിംഗ് ബാക്ടീരിയ. അതായത് പ്ലേഗ് ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് ഇനാമലിനെ സ്ട്രെയിൻ ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ ഇനാമലിനെ റീപ്ലേസ് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൽ നമ്മൾ ഫ്ലൂറൈഡ് നമ്മൾ എന്താണ് അഡീഷൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിങ്ങനെ അഡീഷൻ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് പല രീതിയിലുള്ള പ്രോബ്ലംസ് മേ ബി ക്യാൻ ബി ഡെവലപ്പ്. അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് നമ്മൾ ഫ്ലൂറിൻ അല്ലെങ്കിൽ ഫ്ലൂറൈഡ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ that may cause a varieties of problems. ഇപ്പം എന്താണ് നമുക്ക് പറയാം, പല രീതിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സസ് വരാം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്, എസ്പെഷ്യലി ഹൈപ്പോമാഗ്നീഷ്യമia, ഹൈപ്പോകാൽസീമിയ, അതുപോലെ തന്നെ
കോസ് ഹൈപ്പർ കലീമിയ ഉണ്ടാക്കാം. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലീതൽ ആയിട്ടുള്ള കാർഡിയാക് അരിത്മിയാസ് കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്ത് വരാം. അതുപോലെ തന്നെ സ്കെലിറ്റൽ ടിഷ്യൂല് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ മൾട്ടിപ്പിൾ സോഫ്റ്റ് ടിഷ്യൂ ഡാമേജസ് വരുത്താം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം ലെവൽ ഓർഗൻ ഡാമേജസ് ഈ ഒരു ഫ്ലൂറിൻ കൊണ്ട് വരാം. അപ്പൊ അതിന്റെ ഒരു ആക്സെപ്റ്റബിൾ ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. The next question, who coined the term psychiatry? Who coined the term psychiatry? A. Johann Christian Breel, B. Philippe Pinel, C. Clifford Beer, D. Benjamin Rush. Who coined the term psychiatry? Who coined the term psychiatry? Okay. So the answer is A, that is Johann Christian Breel. So who coined the term psychiatry in 1808? ഈ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. So the Philippe Pinel, so who known as the father of modern psychiatry, and Benjamin Rush, who known as the father of American psychiatry, and Clifford Beer, who known as the mind that found itself എന്ന ഒരു ബുക്ക്, പ്രസിദ്ധമായ ഒരു ബുക്ക് എഴുതിയത് ഈ ക്ലിഫോർഡ് ബിയർ ആണ്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം റിഗാർഡിങ് സൈക്യാട്രിക് ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആൾക്കാരാണ്. That is Pythagoras, that is who developed the concept that the brain is the seat of intellectual activity. അപ്പൊ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. നമ്മുടെ ബ്രെയിൻ ആണ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റിയുടെ സീറ്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് പൈതഗോറസ് ആണ് ഇനീഷ്യലി. Then next to that, Hippocrates, who described mental illness as hysteria, mania, depression. Mental illnessനെ hysteria, mania അല്ലെങ്കിൽ depression എന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഹിപ്പോക്രൈറ്റ്സ് ആണ്. Then Plato. So Plato explains the relationship between mind and body. അദ്ദേഹം പറഞ്ഞത് മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ മനസ്സ് നമ്മുടെ ബോഡിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അത് നമ്മളെ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ അത് എഫക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒന്നാണ് എസ്തിപിഡസ്. So who referred as the father of psychiatry. മേജർ ആയിട്ടും കുട്ടികളെ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. എസ്തിപിഡസ് ആണ് who known as the father of psychiatry. എപ്പോഴും ഫാദർ ഓഫ് സൈക്യാട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് സിഗ്മണ്ട് ഫ്രൂഡ് ആണ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ കുട്ടികൾ തെറ്റിച്ച് പറയുന്ന ഒരു ആൻസർ ആണ്. സോ എനിവേ നിങ്ങൾ ഇനി അത് കറക്റ്റ് ചെയ്ത് പോവുക. സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് നോട്ട് ദ ഫാദർ ഓഫ് സൈക്യാട്രി. സോ എസ്തിപിഡസ് who known as the father of psychiatry. ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക. എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് സൈക്യാട്രി എന്ന് പറയുന്നത്? കാരണം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ആൻഡ് സിമ്പിൾ ഹൈജീനിക്. സോ he says that the use of simple measures like hygienic measures, diet, bath, massages in place of mechanical restraints, or instead of these mechanical restraints we can use the simple hygienic measures അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് അല്ലെങ്കിൽ ബാത്ത് മസാജ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ചെയിനിങ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മെക്കാനിക്കൽ റിസ്ട്രെയിൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. സോ എസ്തിപിഡസ് who known as the father of psychiatry. Clear? The next one, കുറച്ച് കോൺട്രിബ്യൂഷൻസ് തന്ന ആളുകളിൽ ഒരാളാണ് അരിസ്റ്റോട്ടിൽ. So, who release of repressed emotion is the best treatment of mental illness, and he suggested music therapy and catharsis for melancholia. ഇവിടെ മെലൻകോളിയ നമുക്ക് പറയാം. മെലൻകോളിയ സിംപ്ലി ദാറ്റ് ഇസ് ഡിപ്രസ്ഡ് മൂഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു പേരാണ് മെലൻകോളിയ. ഹിപ്പോക്രൈറ്റ്സ് ആണ് ആ ഒരു ടേം കോയിൻ ചെയ്തത്. ഇപ്പൊ ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താണ്? മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ കഥാർസിസ്, ഈ രണ്ട് കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉള്ളിലെ റിപ്രസ്ഡ് ഫീലിങ്സിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് മെന്റൽ ഇൽനെസിന്റെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ഒരു മെത്തേഡ് അത് ആരാണ് പറഞ്ഞത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വരുന്നതാണ് സെന്റ് അഗസ്റ്റിൻ. സോ ഗോഡ് ആക്ടഡ് ഡയറക്ട്ലി ഓൺ ദെയർ ഓൺ ബിഹേവിയേഴ്സ്. ഓക്കെ, ആ ഒരു ഗോഡ് സ്പിരിച്വൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര്, ദാറ്റ് ഈസ് ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി
So Philippi Feeney, who is known as the father of modern psychiatry. ഇതാണ് ഫിലിപ്പി ഫീനി. ഇപ്പൊ ഈ സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ തന്നെ നമ്മുടെ ലിൻഡ റിച്ചാർഡ്, ഡൊറോത്തി ഓറം, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പെപ്ലോ, ഈ എന്താണ് പേഴ്സണാലിറ്റീസിന്റെ ഒക്കെ ഇമേജസ് കാണിച്ചിട്ട് നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, who is known as the father of modern psychiatry, that is Philippi Feeneyനെയാണ് നമ്മൾ modern psychiatryയുടെ father എന്ന് പറയുന്നത്. So why? That is he introduced the new concept that is release from chain. നമ്മൾ ഞാനൊന്നും കൂടി സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. ഫുൾ സ്ക്രീൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് റിലീസ് ഫ്രം ചെയിൻ ഇൻ 1793. And he introduces that humanitarian method in the treatment of mentally ill. നമ്മൾ സൈക്കാട്രിക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ we have to എന്താണ് കൺസിഡർ it has a human, അല്ലെങ്കിൽ അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ മെത്തേഡ്, മനുഷ്യത്വപരമായിട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസസ് മോറൽ തെറാപ്പി ആൻഡ് തെറാപ്യൂട്ടിക് മിലിയു വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് സേഫ് സ്പേസ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഹിൽഡിഗ ഡി പെപ്ലോ. ഹിൽഡിഗ ഡി പെപ്ലോ, ഷീ ഈസ് ഫേമസ് ഓൺ ഹർ theory, okay, interpersonal theory of relationship. And it is a middle-ranged nursing theory, that is theory of interpersonal relationship. She is known as who is known as the mother of psychiatry. Okay, appo mother of psychiatry എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹിൽഡിഗ ഡി പെപ്ലോ. Clear? The next one, first psychiatric nurse, so Linda Richard. Linda Richard, who is known as the first psychiatric nurse. അപ്പൊ നമ്മുടെ ആദ്യത്തെ psychiatric nurse എന്ന് പറയുന്നത് ലിൻഡ റിച്ചാർഡ് ആണ്. And she started a school that is open Boston City College. അപ്പൊ അവിടെ ഈ ഒരു സൈക്കാട്രിക് നഴ്സസിന് അല്ലെങ്കിൽ നഴ്സസ് ഇൻ സൈക്കാട്രിക് കെയർ, അങ്ങനെ ഒരു സൈക്കാട്രിക് പേഷ്യൻസിനെ കെയർ ചെയ്യാനുള്ള ഒരു നഴ്സിംഗ് കോഴ്സ് ഓപ്പൺ ചെയ്തത്, ഇനീഷ്യേറ്റ് ചെയ്തത് ലിൻഡ റിച്ചാർഡ് ആണ്. സോ ഷീ വാസ് നോൺ ആസ് ദ ഫസ്റ്റ് സൈക്കാട്രിക് നഴ്സ്. പിന്നെ വരുന്ന കുറച്ച് പേരുകളാണ്. ക്ലിഫോർഡ് ബിയർ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ അമേരിക്കയിലെ ഒരു മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ക്ലിഫോർഡ് ബിയർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് ദ മൈൻഡ് ദാറ്റ് ഫൗണ്ട് ഇറ്റ്സെൽഫ് എന്നുള്ളത്. പിന്നെ വരുന്നത് ഫസ്റ്റ് മെന്റൽ ഹോസ്പിറ്റൽ ഇൻ US വാസ് ബിൽഡ് ഇൻ വില്യംസ്ബർഗ് ബൈ വിർജീന. പിന്നെ ബെഞ്ചമിൻ റിഷ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി. In 1812, the first American textbook in psychiatry was written. 1812 അദ്ദേഹം ഒരു സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് എഴുതി. അപ്പൊ അതിന് നമ്മൾ അദ്ദേഹത്തെ പറയുന്നത് ഫാദർ ഓഫ് സൈക്കാട്രി എന്നാണ്. Then Johann Weyer, so founder of modern psychiatry. അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഓർത്തിരിക്കുക. ഫിലിപ്പി ഫീനേൽ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കാട്രി ആണ്. ജോഹാൻ വെയർ ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ സൈക്കാട്രി ആണ്. അങ്ങനെ രണ്ട് പേരുകളിലായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. Then father of psychoanalysis, so this is Sigmund Freud, who is known as the father of psychoanalysis. ഫാദർ ഓഫ് സൈക്കോഅനാലിസിസ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. നമുക്ക് വായിക്കാൻ നല്ലൊരു ബുക്കാണ്. അപ്പൊ അതെന്താണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ്സ് ആണ്. Then psychology of everyday life, theory of infantile sexuality, structural and topographical model of theory, that is very very important. Theory of instinct, stages of psychosexual development. പിന്നെ വരുന്നതാണ് അദ്ദേഹം കോയിൻ ചെയ്ത കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫ്രീ അസോസിയേഷൻ, സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക്സ്, എഡിപ്പസ് കോംപ്ലെക്സ്, ഇലക്ട്ര കോംപ്ലെക്സ്, പെനിസ് എൻവി, പ്രൈമൽ സെൻ, ഈഗോ ഡിഫൻസ് മെക്കാനിസം, repression, psychological determinism, pleasure principle, reality principle. So these are the major terms which coined by the Sigmund Freud. Okay, clear? അതുപോലെ വരുന്നതാണ് യൂജൻ ബ്ലൂർ in 1912, who
coined the term schizophrenia. Previous papers ഒക്കെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് schizophrenia coin ചെയ്തത് ആരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ 1912 ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യൻ ലുണാസി ആക്ട് പാസ് ചെയ്തത്. 1927 insulin shock treatment that introduced in schizophrenia. Then അതുപോലെ തന്നെ 1936 ഫ്രോണ്ടൽ ലബോട്ടമി ഒരു സൈക്കാട്രിക് ഡിസോർഡേഴ്സിന്റെ മാനേജ്മെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി. ഇൻ 1938 Eujo Bini and Serliti was introduced ECT in 1938. Then 1939 psychoanalytical theory Sigmund Freud develop ചെയ്തു. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് 1996, that is DMHP. That is District Mental Health Program. Previously ചോദിച്ചിട്ടുള്ള ഒന്നാണ്. Question, next one. Which of the following type of long-term memory deals with the individual's personal experience? Which of the following types of long-term memory deals with the individual's personal experiences? A. Semantic memory. B. Episodic memory. C. Short-term memory. D. Non-declarative memory. Any idea? ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. So the answer is B, that is episodic memory. Actually മെമ്മറിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് the process of memory. എങ്ങനെയാണ് നമ്മുടെ മെമ്മറി പ്രോസസ്സിംഗ് നടക്കുന്നത്? നമ്മൾ ഒരു കാര്യം കാണുന്നു, നമ്മൾ അത് മെമ്മറൈസ് ചെയ്യുന്നു, റിഹൈസ് ചെയ്യുന്നു, അല്ലെ? ആ ഒരു പ്രോസസ് ഹൗ ഇറ്റ് വിൽ ബി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെമ്മറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് വാട്ട് ഈസ് മെമ്മറി, രണ്ട് ദ പ്രോസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് മെമ്മറി. ഇതിനെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പല പേരുകളിൽ നമുക്കത് പറയാം. പിന്നെ വരുന്നതാണ് ടൈപ്സ് ഓഫ് മെമ്മറി. ഏതൊക്കെ മെമ്മറീസ് ആണ് നമ്മുടെ കോമൺ ടൈപ്സ് ഓഫ് മെമ്മറീസ് എന്നുള്ളത് അറിയണം. ദെൻ ദ മെമ്മറി എൻഹാൻസിങ് ടെക്നിക്സ്, എന്തൊക്കെയാണ് നമുക്ക് മെമ്മറി, നമ്മുടെ മെമ്മറിയുടെ സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയുടെ പവർ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഓഫ് മെമ്മറി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെമ്മറി പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് മെമ്മറി ആണ്. ഓൾറെഡി പറഞ്ഞു മെമ്മറി എന്നാൽ എന്ത്, വാട്ട് ഇസ് മെമ്മറി? മെമ്മറി ഈസ് എ മെന്റൽ കപ്പാസിറ്റി. നിങ്ങൾ പ്രീവിയസ് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മെമ്മറി ടൈപ്സ് ഓഫ് മെമ്മറിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഡിഫൻസ് മെക്കാനിസം. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസവും എപ്പോഴും ഡാം ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. നോർസെറ്റും കേരള PSCക്കും ഒക്കെ ചോദിക്കുന്ന ഒന്നാണ്. ഇവിടെ മെമ്മറി ഈസ് ഡിഫൈൻഡ് ആസ് ദ മെന്റൽ കപ്പാസിറ്റി ടു സ്റ്റോർ, later recall, recognize that were previously learned by experiences. So memory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത് മെന്റൽ മെക്കാനിസം, നമ്മുടെ ഒരു മെന്റൽ മെക്കാനിസം ആണ് മെമ്മറി എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ആ മെന്റൽ മെക്കാനിസം ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർ ആൻഡ് ഓൾസോ ഇറ്റ് റീകോൾ ആൻഡ് റെക്കഗ്നൈസ് ദ ഈവൻസ്. ചില ഈവൻസിനെ അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റീകോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ പല രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ഇവന്റ് കിട്ടുക അല്ലെ. ഒന്നെങ്കിൽ വി ആർ ലേൺ ഫ്രം അവർ എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ പല രീതികളിലൂടെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാവാം, നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാവാം. അങ്ങനെ എന്തുമാവട്ടെ ആ എക്സ്പീരിയൻസസിനെ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ അപ്പാരറ്റസിൽ സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമുള്ളപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റീകോൾ ചെയ്യുന്ന ആ ഒരു മെന്റൽ എബിലിറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് മെമ്മറി. So here the types of memory. Okay. Types of memory. So that the first one, that is sensory memory. Okay, sensory memory. Sensory memory is the initial and early phase of memory.
അപ്പൊ നമ്മുടെ മെമ്മറിയിലെ ഇനീഷ്യൽ മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നമ്മുടെ ഏർലി ഫേസ് ഓഫ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനീഷ്യൽ മെമ്മറി അല്ലെങ്കിൽ ഏർലി ഫേസ് ഓഫ് മെമ്മറി എന്നൊക്കെ പറയുന്നതാണ് സെൻസറി മെമ്മറി. ആൻഡ് ഇറ്റ് ഹോൾഡ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻകമിങ് ഇൻഫർമേഷൻ ബ്രീഫ്ലി. അതായത് വളരെ ചുരുക്കി ഒരുപാട് ഇൻഫർമേഷൻസിനെ ബ്രീഫ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? സെൻസറി മെമ്മറിയാണ്. Then it is selecting and recording system via perception enter the memory system. So how it hold these informations? നമ്മുടെ perception, for example, നമ്മൾ കാണുന്നത് വഴി, നമ്മൾ കേൾക്കുന്നത് വഴി, അതായത് നമ്മുടെ പെർസെപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെമ്മറി സിസ്റ്റത്തില് ലാർജ് എമൗണ്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, ബ്രീഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സോ സെൻസറി മെമ്മറി ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു ടു. അപ്പൊ നിങ്ങൾ ആദ്യം മെമ്മറി എഴുതുക, എന്നിട്ട് ഫസ്റ്റ് സെൻസറി മെമ്മറി ഹാവ് ടു റൈറ്റ് ഡൗൺ. അപ്പൊ സെൻസറി മെമ്മറിയിൽ എഗെയിൻ നിങ്ങൾ രണ്ടാക്കി അതിനെ ഡിവൈഡ് ചെയ്യുക. എന്തൊക്കെയാണ് രണ്ട് സെൻസറി മെമ്മറിയുടെ രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്? ഒന്ന് ദാറ്റ് ഈസ് ഐക്കോണിക് മെമ്മറി ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഈസ് എക്കോയിക് മെമ്മറി. ക്ലിയർ? ഫസ്റ്റ് വൺ ഐക്കോണിക് മെമ്മറി അല്ലെങ്കിൽ എക്കോയിക് മെമ്മറി. വാട്ട് ഈസ് ഐക്കോണിക് മെമ്മറി? So fleeting visual images which last up to 200 milliseconds. ചില ഇമേജസ് ഇപ്പൊ നമ്മളിപ്പം എന്താണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇമേജ് നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഫ്ലവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് കണ്ടു, ജസ്റ്റ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലീറ്റിംഗ് ആവാം, അതായത് ഒരു പാർഷ്യൽ ആയിട്ട് കാണുന്ന ആവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമേജിനെ കുറച്ചു നേരത്തേക്ക് നമുക്കത് ഓർമ്മയുണ്ടാവും അല്ലെ, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ഫ്ലീറ്റിംഗ് വിഷ്വൽ ഇമേജസ് വിച്ച് ക്യാൻ ലാസ്റ്റ് അപ് ടു 20 milliseconds, ആ 200 milliseconds, 20 അല്ല 200 milliseconds വരെ ലാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ലാസ്റ്റ് ചെയ്യിക്കുന്ന ആ ഒരു കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? നമ്മുടെ സെൻസറി മെമ്മറിയുടെ ഐക്കോണിക് മെമ്മറിയാണ്. ഐക്കോണിക് ദാറ്റ് മീൻസ് വിഷ്വൽ ഇമേജിനെ ലാസ്റ്റ് ചെയ്യിക്കുന്നു. Then ഓഡിറ്ററി മെമ്മറി ദാറ്റ് ഇസ് എക്കോയിക് മെമ്മറി എന്ന് പറയും, വിച്ച് ലാസ്റ്റ് അപ് ടു 2000 milliseconds. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്തെങ്കിലും വേർഡിങ്സോ അല്ലെങ്കിൽ പാട്ടുകൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് നേരത്തേക്ക് നമ്മളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊരു 2000 milliseconds വരെ അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ എക്കോയിക് മെമ്മറിക്കുണ്ട്. So the information selected and recorded at this level needs to be further processed as short-term memory or it quickly decay and lost. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പിന്നെ അത് പ്രോസസ് ചെയ്യുന്നില്ല, നമ്മൾ അത് റിഹേഴ്സ് ചെയ്യുന്നില്ല, നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബസ്സിൽ കയറി, നല്ലൊരു പാട്ട് നിങ്ങൾ കേട്ടപ്പോ അല്ലെ അതിന്റെ ചില വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ കുറച്ചു നേരം നമ്മൾ അതിങ്ങനെ മൂളിക്കൊണ്ട് നടക്കുമ്പോൾ ഓക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇറങ്ങി നമ്മളിപ്പോ ഡ്യൂട്ടിക്ക് പോവാണ് അല്ലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്, നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ അതിന്റെ ഇടയിൽ അതിനെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെത്താനെ അത് മറന്നുപോകും അല്ലെ. ഇനി നമ്മളത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ goes to അല്ലെങ്കിൽ proceed to a short term memory. So this is the first memory, that is an initial phase of memory എന്ന് പറയാം. എന്താണ്? സെൻസറി മെമ്മറി. Sensory memory, and so it is again divided into two, that is iconic memory and echoic memory. Clear? The next one, that is short-term memory. Okay, clear. Next one, that is short-term memory. In short-term memory is the intermediate memory process. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ intermediate memory എന്നും പറയാം. Clear? We can call it as intermediate memory. So that exists between the fleeting events of sensory memory and more permanent storage of storage of long time memory. അതായത് നമ്മുടെ ഈ ഫ്ലീറ്റിംഗ് ഇവന്റ്സിനെ നമ്മൾ കുറച്ചും കൂടി റിഹൈസ് ചെയ്ത് ഓർത്തെടുക്കുകയാണെങ്കിൽ അതിനെ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രോസസ് ചെയ്യുന്ന മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി. ആൻഡ് ഇറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ആരാണ്? നമ്മുടെ സെൻസറി മെമ്മറിക്കും ലോങ് ടേം മെമ്മറിക്കും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഷോർട്ട് ടേം മെമ്മറിയാണ്. ഇവിടെയുള്ള കാര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സെൻസറി മെമ്മറിയിലുള്ള കാര്യത്തെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൈമറി മെമ്മറി. 3 പേരുകൾ കിട്ടി. ഷോർട്ട് ടേം മെമ്മറി സ്ലാഷ് ഇട്ടിട്ട് എഴുതി വെച്ചാൽ മതി. ഷോർട്ട് ടേം മെമ്മറി, then primary memory, then intermediate memory. Clear? It has a simple span of attention limited to 6 or 7 items and lasting up to 15 to 30 seconds unless the time items are rehearsed. ഈ ഒരു ടൈമിംഗ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഡ്യൂറേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി എത്രയാണ്? 15 to 30 seconds.
അറ്റ് എ ടൈം നമുക്കൊരു 6 to 7 items ആണ് നമ്മുടെ ഒരു ലിമിറ്റഡ് അറ്റൻഷനിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പാനിൽ നമ്മുടെ എന്താണ് ഒരു 5 to 7 items വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫോർ എ പീരീഡ് ഓഫ് 15 to 30 seconds അൺലെസ് ദ ഐറ്റംസ് ആർ റിഹേഴ്സ്ഡ്. നമ്മൾ അതിനെ വീണ്ടും വീണ്ടും ഓർത്തില്ല, റിഹേഴ്സ് ചെയ്തില്ല. റിഹേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓർത്തെടുക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാറില്ലേ? ഇപ്പൊ എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പഠിക്കും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുക അല്ലെ. ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാലും അല്ലെങ്കിൽ നമ്മൾ പോകാത്ത ഏരിയാസ് ഒക്കെ പഠിച്ച് നമ്മൾ ഇടയ്ക്ക് നമ്മളത് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പിന്നീട് നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കുട്ടികൾ ചിലപ്പോൾ പറയാണ് സെഷണൽ എക്സാംസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ യൂണിറ്റ് ടെസ്റ്റിനൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് എക്സാമിന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടൈമിൽ, ആ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. ദാറ്റ് ഇസ് ഡ്യൂ ടു ദ റിപ്പീറ്റീവ് റിഹേഴ്സിംഗ്. നമ്മളത് റിഹേഴ്സ് ചെയ്തില്ലെങ്കിൽ ഒരു 50 to 30 seconds വരെ നമ്മുടെ ഉള്ളിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടൈം ഐറ്റം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് പറയുന്നത് 7 ± 2 items. അതായത് ഒന്നെങ്കിൽ 7, 8, 9 items വരെ നമുക്ക് ഒരു അറ്റ് എ ടൈം റിഹേഴ്സ് ചെയ്യാതെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 5 items, അതാണ് നമ്മൾ 7 ± 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ഈ ഷോർട്ട് ടൈം മെമ്മറി നമ്മൾ ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ എങ്ങോട്ട് പോകും, നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. So that the more information can be put into long term memory, they are called chunking and rehearsal. Chunking. ഇവിടെ ഈ ഒരു വേർഡ് ഓർത്തിരിക്കുക. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഐറ്റംസിനെ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന 2 മെമ്മറി എൻഹാൻസിങ് ടെക്നിക്കാണ്. മെമ്മറി എൻഹാൻസിങ് ടെക്നിക്കുകളാണ് ചങ്കിങ് ആൻഡ് റിഹേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ഐറ്റംസെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്നു. സോ ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് സിംഗിൾ ഐറ്റംസ് ആൻഡ് റെക്കോർഡിംഗ് ദം ബൈ ഗ്രൂപ്പിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ടെലിഫോൺ നമ്പർ ഇപ്പൊ 95 എന്താണ്, ഇതിപ്പോ നമ്മുടെ ഫോൺ നമ്പർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ 90 അല്ലെങ്കിൽ 9544787103 എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ചങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കും. എന്താണ് 904 478 7203, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ ചങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ 4 digits ആക്കി അല്ലെങ്കിൽ 3 digits ആക്കി നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കും. ഇപ്പൊ ATM കാർഡ് നമ്പർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ട് 4 digits 3 digits ഗ്രൂപ്പ് ആക്കിയിട്ട് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഓർത്തെടുക്കുക. അതിനാണ് നമ്മൾ റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2 രീതിയിലുള്ള, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. റിഹേഴ്സൽ എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിലുള്ള റിഹേഴ്സൽ ഉണ്ട്. മെയിന്റനൻസ് റിഹേഴ്സലും ഉണ്ട്, ഇലാബറേറ്റ് റിഹേഴ്സലും ഉണ്ട്. അപ്പൊ സിംപ്ലി ഞാൻ പറയാം, മെയിന്റനൻസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇപ്പൊ ഒരു പഠിച്ച ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കുക, ഇന്നതാണ് പഠിച്ചത്, ഓക്കെ അതിന്റെ സൈഡ് എഫക്ട്സ് ഇതാണ്, അല്ലെങ്കിൽ നഴ്സസ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇമേജസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കും. അതാണ് മെയിന്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇലാബറേറ്റ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചു, വി ഹാവ് ടു ആഡ് സം ന്യൂ പോയിന്റ്സ്, വി ആർ ഇലാബറേറ്റിംഗ് ദ ഇൻഫർമേഷൻ. നമ്മളൊരു ചെറിയ കാര്യം പഠിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലംപിസം, ലെഡ് ടോക്സിസിറ്റി. അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ടു. ഓക്കെ, നമ്മൾ അതിനെ റിഗാർഡ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ അത് പഠിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് മെയിന്റനൻസ് റിഹേഴ്സലും ചെയ്യാം, ഇലാബറേറ്റ് റിഹേഴ്സലും ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് മെയിന്റനൻസ് റിഹേഴ്സൽ ആണ്. ഈ ഇലാബറേറ്റ് റിഹേഴ്സലിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്നത് ബൈ ഡൂയിങ് ദിസ് മെയിന്റനൻസ് റിഹേഴ്സൽ ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ വരുന്നതാണ് നമ്മുടെ ലോങ് ടേം മെമ്മറി. ഓക്കെ, ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് മെമ്മറി, അല്ലെങ്കിൽ നമുക്ക് പറയാം തേർഡ് ഫേസ് ഓഫ് മെമ്മറി എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ റീടൈൻഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മുടെ സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ ചോദിക്കാം. ഓക്കെ, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ദാറ്റ് ഇസ് സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ. സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആരാണ്? ലോങ് ടേം മെമ്മറി.
പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം, കുറെ നാളത്തേക്ക് നമുക്ക് എന്താണ് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നമ്മുടെ മെമ്മറിനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് seemingly unlimited capacity. That is the very important point regarding long term memory. അപ്പൊ long term memoryനെ റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് അൺലിമിറ്റഡ് കപ്പാസിറ്റി. അൺലിമിറ്റഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തോരം ഇൻഫർമേഷൻസ് വേണമെങ്കിലും വി ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ ടു ദ ലോങ് ടേം മെമ്മറി. Okay, so learning and intelligence are made possible because long-term memory contains extraordinary quantity of information. എന്തുകൊണ്ടാണ് നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേണിംഗ് പോസിബിൾ ആവുന്നത്, ഇന്റലിജൻസ്, ലേണിംഗ്, ഇതിനൊക്കെ പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലോങ് ടേം മെമ്മറി അത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ്. It differs from short-term memory in the manner of retrieving information and forgetting and linked to information stored. അതായത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിനേക്കാളും അതിനേക്കാളും ഡിഫറെന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദ വേ ഇറ്റ് റിട്രൈവിംഗ് ദ ഇൻഫർമേഷൻ, നമ്മൾക്ക് ഇൻഫർമേഷൻ റിട്രൈവ് ചെയ്യുന്നതിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, ദ വേ ഓഫ് ഇൻഫർമേഷൻ ഇറ്റ് സ്റ്റോർഡ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പറയും ലോങ് ടൈം മെമ്മറി ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാളും ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ടാണ് ഷോർട്ട് ടൈം മെമ്മറിനേക്കാളും കൂടുതൽ ലോങ് ടൈം മെമ്മറിക്ക് ഇൻഫർമേഷൻസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ലോങ് ടൈം മെമ്മറി വിച്ച് ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു ഡിക്ലറേറ്റീവ് സിസ്റ്റം ഓർ എക്സ്പ്ലിസിറ്റീവ് മെമ്മറി എന്നൊക്കെ പറയും. എന്താണ് ലോങ് ടൈം മെമ്മറി ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് ഡിക്ലറേറ്റീവ് മെമ്മറി ആൻഡ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ഇപ്പൊ ഡിക്ലറേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ നമുക്ക് അതിന് പറയാൻ പറ്റുന്ന മറ്റൊരു പേരാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. ക്ലിയർ? ഇപ്പം ലോങ് ടൈം മെമ്മറി എന്ന് എഴുതുക, എന്നിട്ട് അതിന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ഡിക്ലറേറ്റീവ് മെമ്മറി, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയുന്നതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. സോ ദീസ് ആർ ഡീൽസ് വിത്ത് ഫാക്ട് ആൻഡ് ഈവന്റ് ഈസ് അവൈലബിൾ ടു കോൺഷ്യസ്നെസ് ഫോർ ഡിക്ലറേഷൻ. അതായത് ഫാക്ട് മെമ്മറി, അതായത് സർട്ടൈൻ ഫാക്ട് അല്ലെങ്കിൽ ചില ഈവന്റ്സിനെ ഒക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്. ആ ഡിക്ലറേറ്റീവ് മെമ്മറി ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു സെമാറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. ക്ലിയർ? സെമാറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് സെമാറ്റിക് മെമ്മറി അല്ലെങ്കിൽ ഫാക്ട് മെമ്മറി. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ആരോ വരച്ച് ഇങ്ങനെ ഓരോന്നും അതിന്റെ ഒരു ഡിവിഷൻ എഴുതി വെക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സെമാറ്റിക് മെമ്മറി അല്ലെങ്കിൽ ഫാക്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ സെമാറ്റിക് മെമ്മറി ഇൻവോൾവ്സ് അബ്സ്ട്രാക്ട് കോൺസെപ്ച്വൽ നോളജ് ആൻഡ് മീനിങ് ഓഫ് വേർഡ്സ്, സിമ്പിൾസ്, ഐഡിയാസ് ആൻഡ് റൂൾസ് ഫോർ റിലേറ്റിംഗ് ദം വിത്ത് അതർ കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. അതായത് when you see the word Mahatma Gandhi, you may remember a great variety of additional information about him. അതായത് ചില കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസിനെ, കോൺസെപ്റ്റിനെ, വേർഡിനെ, സിമ്പിൾസിനെ, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെപ്ച്വൽ മീനിങ്സിനെ റിലേറ്റ് ചെയ്യുന്ന, സ്റ്റോർ ചെയ്യുന്ന മെമ്മറിനെയാണ് നമ്മൾ സെമാന്റിക് അല്ലെങ്കിൽ ഫാക്ട് മെമ്മറി എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ ജനറൽ ഇൻഫർമേഷൻസ്, ജനറൽ ഫാക്ടിനെയൊക്കെ ലോങ് ടേം ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് സെമാറ്റിക് മെമ്മറിയാണ്. അതാണ് പറഞ്ഞത്. ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന വേർഡ് നമ്മൾ കാണുകയാണ്, അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താണ്, അദ്ദേഹത്തിന്റെ ചിത്രം വരുന്നു, റിലേറ്റഡ് അഡീഷൻ ആയിട്ടില്ല. ഓക്കെ, ഇവിടെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു, മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്ന ആളുടെ പേര്, വൈഫിന്റെ പേര്, അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവന്റ്സ് ഒക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് വരും. സോ ദാറ്റ് ഈസ് an example of semantic memory. The next one, that is episodic memory. Episodic memory is the portion of long-term memory that stores specific information with a personal meaning. Simply പറഞ്ഞാൽ പേഴ്സണൽ ഇൻഫർമേഷൻസിനെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാണ്? എപ്പിസോഡിക് മെമ്മറി. നമ്മുടെ ലൈഫിലെ എപ്പിസോഡ്സ്, മേജർ ആയിട്ടുള്ള എപ്പിസോഡ്സ്, ഈവന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആരാണ്? എപ്പിസോഡിക് മെമ്മറി. So it records individual past experience and episodes in one's daily life. ഞാൻ പറഞ്ഞു past episodes ആണ്, അല്ലെങ്കിൽ ഡെയിലി ലൈഫ് എപ്പിസോഡ്സിനെ കുറിച്ചിട്ടാണ്. And episodic memory is both specific and autobiographical. രണ്ട് രീതിയിൽ വേണമെങ്കിൽ വരാം. സ്പെസിഫിക് ഈവന്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വെക്കാം. അത് രണ്ട് രീതിയിൽ എപ്പിസോഡിക് മെമ്മറിനെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് ഇസ്. ദാറ്റ് ഇസ് സ്പെസിഫിക് എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, ഓട്ടോബയോഗ്രാഫിക്കൽ എപ്പിസോഡിക് മെമ്മറി ഉണ്ട്.
വരുന്നതാണ് ഡിക്ലറേറ്റീവ്, അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് ആണ് ഇംപ്ലിസിറ്റ് മെമ്മറി, അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി, അല്ലെങ്കിൽ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയും. സോ യു ആർ നോട്ട് ഏബിൾ ടു കോൺഷ്യസ്ലി ബ്രിങ് ഇറ്റ് ഇൻ ടു അവയർനെസ്. നമ്മൾ എന്താണ് കോൺഷ്യസ്ലി നമ്മളത് നമ്മളുടെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരണ്ട, അല്ലാതെ തന്നെ വരുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ എന്താണ് അവിടെ എക്സാമ്പിൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുക്കിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കിൽസ്. നമുക്ക് ഓൾറെഡി നമ്മൾ സാമ്പാർ നമ്മൾ വെച്ചിട്ടുണ്ട്, അല്ലെ, നമുക്ക് വെക്കാൻ അറിയാം. കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സാമ്പാർ വെക്കാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ കോൺഷ്യസ്ലി ഇങ്ങനെ ഭയങ്കരമായിട്ട്, ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയും, അദ്ദേഹത്തിന്റെ ചിത്രം കാണുമ്പോൾ ഒരു കാര്യം നമ്മളിങ്ങനെ ഓർത്തെടുക്കണം, അല്ലെ, എവിടെയാണ് അങ്ങനെ ഓർത്തെടുക്കണം. പക്ഷെ ഈ ഒരു കേസിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മൈൻഡിലേക്ക് അത് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അവയർനെസ്സിലേക്ക് മെമ്മറിയിലേക്ക് വരികയാണ്. എന്താ, ഓക്കെ, ഇന്ന പരിപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഇന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, ഇങ്ങനെ പൊടികൾ ചേർക്കണം എന്നൊക്കെ വരും. അതായത് നമ്മൾ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി, അല്ലെങ്കിൽ പ്രൊസീജറൽ മെമ്മറി, അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ഒക്കെ പറയുന്ന എക്സാമ്പിൾ ആണ്. ഇത് ചോദിക്കാം, കുക്കിംഗ് സ്കിൽസ്, ഡ്രൈവിംഗ് സ്കിൽസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട്, ഏതാണ്, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ക്ലിയർ? പിന്നെ അതിനകത്ത് 1-2 മെമ്മറീസ് ആണ്, നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതെന്ന് മാത്രം. ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി, അല്ലെങ്കിൽ നമ്മൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്, അത് നമ്മൾ ഒറ്റ വാക്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറയണതാണ്. It is a memory system consisting of episodes recollected from individual's life based on a combination of episodic and semantic memory. ചില ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്പ് ആണ് ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിലെ ഉള്ള ഈവൻസ് ഒക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെമ്മറി. ഇപ്പം ഇത് പ്രീവിയസ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എങ്ങനെയാണ്. A memory which is a combination of episodic and semantic memory, that is autobiographical memory ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഫോൾസ് മെമ്മറി, അല്ലെങ്കിൽ റിക്കവേർഡ് മെമ്മറി, അല്ലെങ്കിൽ സ്യൂഡോ മെമ്മറി. ദാറ്റ് സിംപ്ലി ഒറ്റ വാക്കിൽ ഇത് മനസ്സിലാക്കാൻ ഞാൻ അവിടെ എഴുതിയതാണ്. മെമ്മറി ഓഫ് ആൻ ഈവന്റ് ദാറ്റ് നെവർ ഹാപ്പൻഡ്, ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് മെമ്മറൈസ് ചെയ്യാം. അവിടെ മെന്റൽ എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് മിസ്റ്റേക്കൺലി ടേക്കൺ ടു ബി എ വെർഡിക്റ്റൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഈവന്റ് ഫ്രം വൺസ് പേഴ്സണൽ പാസ്റ്റ്. ആ ഒരു സെന്റൻസ് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു എന്താ പറയണ, വലിയൊരു സെന്റൻസ് ആണ്, അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട. സിംപ്ലി പറഞ്ഞ എന്താണ്, ഫോൾസ് മെമ്മറി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യം നടന്നു എന്ന് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, യൂഷ്വലി ഫോൾസ് മെമ്മറി ഒക്കെ കാണുന്നത് ഈ ചൈൽഡ് അബ്യൂസേഴ്സ്, അല്ലെങ്കിൽ ഈ വയലൻസ് അല്ലെങ്കിൽ അബ്യൂസിനൊക്കെ വിക്ടിംസ് ആയവരല്ല. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെക്ഷൽ അബ്യൂസ് ചൈൽഡ്ഹുഡിൽ നടന്നാൽ അവർ ചില ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു ഈവന്റ് വെച്ചിട്ട് അവർ മെമ്മറി ഇങ്ങനെ ഒരു സംഭവം നടന്നു. ആക്ച്വലി അങ്ങനെ ഒരു ഈവന്റ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ പാസ്റ്റിൽ അങ്ങനെ ഒരു ഇവന്റ് നടന്നിട്ടില്ല. ബൈ ദെയിൽ മെമ്മറൈസ് ദാറ്റ് ദിസ് വാസ് ഹാപ്പൻഡ് എന്ന് അവർ വിചാരിക്കും. അതാണ് ഈ ഫോൾസ് മെമ്മറി എന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഫ്ലാഷ് ഹബ് മെമ്മറി, ഫ്ലാഷ് ബൾബ് മെമ്മറി. ഓക്കെ, നോട്ട് ഹബ്, ബൾബ്. ഫ്ലാഷ് ബൾബ് മെമ്മറി, അല്ലെങ്കിൽ നമ്മൾ മെമ്മറി ഓഫ് ഇമോഷണലി ചാർജ്ഡ് ഈവൻസ് എന്ന് പറയും. എന്താണ് മെമ്മറി ഓഫ് ഇമോഷണലി ചാർജ്ഡ് ഈവൻസ്? അവിടെ നമ്മൾ യൂഷ്വലി പറയുന്നത് ഇറ്റ് ഈസ് വിവിഡ് റീകളക്ഷൻ വൺ ഹാസ് സ്ട്രൈക്കിംഗ് ഈവൻസ് ബിക്കോസ് ഓഫ് ദ ഹൈ ലെവൽ ഓഫ് സർപ്രൈസ് ആൻഡ് ഇമോഷണൽ എറോസൽ ദീസ് ഈവൻസ് ക്രിയേറ്റ്. അതായത് ഇപ്പൊ എന്താണ് പറയുന്നത്, സ്ട്രൈക്കിംഗ് ഈവൻസ് നമ്മൾ മെമ്മറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സർപ്രൈസ് ആവാം, ഇറ്റ് ക്യാൻ ബി എ ട്രോമാറ്റിക് ആവാം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻസ്, ഇമോഷണൽ ട്രോമയാവും, ഒരു ഫിസിക്കൽ ട്രോമ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് നമ്മൾ റീകളക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നു. അതിനാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളിപ്പോ ഒരു ജമ്മു കാശ്മീരിലെ ടൂർ പോയി, അല്ലെ ട്രിപ്പ് പോയി, അവിടെ നിങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഒരുപാട് കാഴ്ചകൾ കണ്ടു. ദെൻ ആഫ്റ്റർവേഴ്സ് കുറെ നാൾ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ട്രിപ്പിനെ കുറിച്ച് കേൾക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇമേജസ് കാണുമ്പോൾ നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഇമേജസ് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ആ കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് വരുന്നു. ദാറ്റ് ഈസ് ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് മെമ്മറി. ഓക്കെ, ഫ്ലാഷ് ബൾബ് മെമ്മറി, ഫോൾസ് മെമ്മറി, അല്ലെങ്കിൽ റിക്കവേർഡ് മെമ്മറി ഓർ സ്യൂഡോ മെമ്മറി എന്നൊക്കെ പറയാം. ദെൻ ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി, ദെൻ
നമ്മുടെ ലോങ് ടേം മെമ്മറിയുടെ ടൈപ്പിൽ വരുന്നതാണ് നോൺ ഡിക്ലറേറ്റീവ് ആൻഡ് ഡിക്ലറേറ്റീവ് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു സെമാറ്റിക് മെമ്മറി, ഫാക്ട് മെമ്മറി ഓർ എപ്പിസോഡിക് മെമ്മറി. പിന്നെ ലോങ് ടേം മെമ്മറി ആൻഡ് ഫസ്റ്റ് ഫേസ് ഓഫ് മെമ്മറി, then short term memory and first phase of memory, that is sensory memory. Sensory memory is again divided into two, that is iconic memory and echoic memory. Clear ആണല്ലോ? നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് നോക്കുക. റിലേറ്റഡ് ആയിട്ടുള്ള MCQs ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ലതാണ്. ഡെയിലി MCQs ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ MCQs ചെയ്യുമ്പോൾ അതിന്റെ 4 ഡിസ്ട്രാക്ടേഴ്സ് നോക്കുക. 4 ഡിസ്ട്രാക്ടേഴ്സും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുക. ഇന്നത്തെ ടോപ്പിക്സ് നിങ്ങൾ നോക്കുക, റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ എനിവേ, താങ്ക് യു.